നമസ്തേ. സ്വദേശത്തും വിദേശത്തും ഭാരതത്തെ നിരന്തരം ഇടിച്ചു താഴ്ത്തുന്ന, അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ ഇറക്കുന്നത് കോൺഗ്രസ് നേതാവായ രാഹുലിന് ഭൂഷണമാണോ? പ്രതിപക്ഷ നേതാവിന് യോജിച്ചതാണോ സ്വന്തം രാജ്യത്തെ കരിവാരി തേക്കൽ? മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം തെളിവുകളെങ്കിലും നിരത്തണ്ടേ? വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലുള്ള വിടുവായത്വത്തിലൊടുവിൽ കോടതി തന്നെ രാഹുലിനെ കുടഞ്ഞിരിക്കുന്നു. കോടതിയുടെ സംശയം രേഖപ്പെടുത്തി. ഇയാൾ ഭാരതീയനല്ലേ? ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് അതാണ്. രാഹുൽ ഭാരതീയനല്ലേ? പരിശോധിക്കാം. BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, രാഷ്ട്രമീമാംസകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ഹവിൽദാർ KP ഗോപാലൻ നായർ എന്നിവ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ചൈന ഭാരതത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്തെന്ന പരാമർശത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചത്. നിങ്ങളവിടെ പോയിരുന്നോ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശം എന്നൊക്കെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ചോദിച്ചത്. മാത്രമല്ല, ഒരു യഥാർത്ഥ ഭാരതീയന് ഇങ്ങനെ പറയാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നേരത്തെ ഇങ്ങനെയൊരു പ്രസ്താവന വന്ന സമയത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു. യാതൊരു തെളിവും ഇല്ലാതെ വായി തോന്നിയത് വിളിച്ച് പറയുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന്. ഈ രാഹുലിന് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറവാണോ അതോ ബുദ്ധിശൂന്യതയാണോ? എന്താണ് പ്രശ്നം? പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വളരെ മഹത്തായ ഒരു സ്ഥാനമാണ്. അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനറ്റ് റാങ്ക് പദവിയുണ്ട്. അത് പ്രോട്ടോകോൾ. അത് കൂടാതെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും ഈ രാജ്യത്തെ ഒരു 50% അഭിപ്രായമായി കാണുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 51% വോട്ട് വാങ്ങിയിട്ടൊന്നും ആരും അധികാരത്തിൽ വരാറില്ല. അതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 40% വോട്ടിനാണ് ഭരണപക്ഷം, ഒരു 35 to 40% വോട്ടിന് പ്രതിപക്ഷവും മറ്റ് ചെറിയ കക്ഷികളുമൊക്കെയാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുക. അപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ അങ്ങോരുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ മാത്രം നേതാവല്ല, സമ്പൂർണ്ണ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങോരുടെ അഭിപ്രായത്തെ ഒരു 50 അല്ലെങ്കിൽ 50% ആൾക്കാരുടെ അഭിപ്രായമായി കണക്കാക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ തന്നെ അഭിപ്രായമായി കണക്കാക്കപ്പെടും. ഇവിടെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടത്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കസാലയിൽ ഇരുന്ന ആളുകൾ കാണിച്ച ഒരു മാതൃകയുണ്ട്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2009 ശ്രീമതി സുഷമ സ്വരാജ് ആണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ. ശ്രീമതി സുഷമ സ്വരാജിനെ നമുക്കറിയാം, അവര് അളന്നു മുറിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ഒരു വാക്ക് അനാവശ്യം അവരെ വായെന്ന് വീഴില്ല. അവര് മഹാഭാരതവും രാമായണവും ഒക്കെ കോട്ട് ചെയ്യും. അതോടൊപ്പം കവിതകൾ പറയും. അങ്ങനെ കൃത്യമായ നല്ല ഭാഷയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനു മുമ്പ് 2004 മുതൽ 2009 വരെ ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജി ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹവും വളരെ പക്വമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും മോശമല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയും അനാവശ്യമായ പദപ്രയോഗങ്ങളോ കാര്യങ്ങളോ പറയാതിരിക്കുകയും ചെയ്യും. ഇത് പാർലമെന്റ് ഉള്ളിലത്തെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പാർലമെന്റിന്റെ പുറത്തെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ കണ്ട പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ പക്വതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളായിരുന്നു.
ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1991 മുതൽ 96 വരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അന്ന് കാശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ഉന്നയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ ശ്രീ നരസിംഹറാവു അന്നത്തെ പ്രധാനമന്ത്രി ആ ദൗത്യം ഏൽപ്പിച്ചത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അപ്പൊ അതാണ് പ്രതിപക്ഷ നേതാവിന്റെ എന്താ പറയുക സ്ഥാനം, അല്ലെങ്കിൽ അതിന്റെ ആ കസാരയുടെ മഹത്വം. അപ്പോ അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ 7 സംഘങ്ങളെ വിദേശത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ അയച്ചപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും പ്രതിപക്ഷ അംഗങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നമുക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. അത് ഒരു പക്ഷമേ ഉള്ളൂ, അത് രാജ്യത്തിന്റെ പക്ഷമാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ ചരിത്രം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ 3 പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു കുടുംബത്തിലെ 4ാം തലമുറയിൽപ്പെട്ട ആൾക്ക്, അല്ലെ 5ാം തലമുറയിൽപ്പെട്ട ആൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമ്മൾ രാജ്യത്ത് നടക്കുന്ന, ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റെ SIR നടക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാം. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അതിർത്തി സംരക്ഷണം, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി, നമ്മുടെ വിദേശകാര്യ നയങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം, അതല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം, പാകിസ്ഥാനുമായിട്ടുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ രാജ്യം ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറയണം. പക്ഷെ അത് ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അംഗീകരിക്കാതെ ഗൾവാനിൽ ചൈന ഇന്ത്യയുടെ വളരെയധികം ഭൂമി കൈവശപ്പെടുത്തി എന്ന് പറയുന്നത് ഫാക്ച്വലി റോങ് ആണ്. അത് വിത്ത് ഇൽ ഇന്റൻഷൻ ആണ്, ദുരുദ്ദേശപരമാണ്. മാത്രവുമല്ല അത് നമ്മുടെ രാജ്യത്തിന് അന്താരാഷ്ട്ര രംഗത്ത് ക്ഷീണമുണ്ടാക്കുന്നതാണ്. ചൈന പോലും അവകാശപ്പെടാത്ത കാര്യമാണ്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശക്തികൾ ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയതായി 2020-21 കാലത്തെ സംഘർഷത്തിൽ സംഭവിച്ചതായി അവരാരും പറഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അപ്പോ ആരും അംഗീകരിക്കാത്ത ഒരു കാര്യം അനാവശ്യമായി വിളിച്ചു പറയുക, അങ്ങനെ അത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ കയ്യിൽ നിന്നും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക ഇമ്മച്വർ ആണ്, അൺബിക്കമിങ് ആണ്, അതോടൊപ്പം ഇറേഷണൽ ആണ്, യുക്തിരഹിതമാണ്, അത് അപക്വമാണ്. അതോടൊപ്പം ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസാലയിൽ ഇരിക്കുന്ന ആള് ചെയ്യാൻ പാടില്ലാത്തതാണ്, വളരെ മോശമായി പോയി. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഏകസ്വരത്തിനും അത് ക്ഷീണമുണ്ടാക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഇമ്മച്വർ, അൺബിക്കമിങ്, ഇറാഷണൽ. യെസ്, യോജിച്ച പദങ്ങൾ തന്നെയാണ് അത്. ഡോക്ടർ മോഹൻ വർഗീസ്, 2020 ഗൽവാൻ സംഘർഷത്തിൽ ചൈന ഭാരതത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് രാഹുലിനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭാരതത്തിൻ്റെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറി എന്നാണല്ലോ രാഹുൽ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് ഇതറിഞ്ഞത്? നിങ്ങൾ അവിടെ പോയിരുന്നോ എന്നൊക്കെയാണ് ഇന്ന് ജസ്റ്റിസ് ദീപാങ്ക ദത്ത ചോദിച്ചത്. മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമല്ലേ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഒരു ഭാരതീയൻ ഇങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അല്ലേ? തീർച്ചയായും ശ്രീ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരേണ്ട വാക്കുകളാണോ വന്നത് എന്നതിനെക്കുറിച്ച് വലിയ തോതിൽ ഡിബേറ്റ് നടക്കുകയാണ് രാജ്യവ്യാപകമായി. പ്രതിപക്ഷ നേതാവ്, എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ വ്യക്തമായി പറഞ്ഞു, ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് മുൻകാലങ്ങളിലെ പ്രതിപക്ഷ നേതാക്കന്മാർ, അത് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാക്കന്മാർ മുൻകാലങ്ങളിൽ എത്രത്തോളം റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത്, സഭയ്ക്കകത്ത് മാത്രമല്ല സഭയ്ക്ക് പുറത്തും. ഇത് പ്രതിപക്ഷത്തിൻ്റെ സ്വരമെന്ന് പറയുന്നത് തിരുത്തലിൻ്റെ സ്വരമാണ്, അതങ്ങനെ തന്നെയാണ് വേണ്ടതും. ഒരു ജനാധിപത്യ ക്രമത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള ഒരു ജനാധിപത്യ ക്രമത്തിൽ പ്രതിപക്ഷ നേതാവിനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദ മാൻ ഇൻ വെയിറ്റിംഗ്, അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് കണ്ണെറിയുന്ന, ഗവൺമെൻറ് താഴെ വീണാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കാട്ടൻ്റെ ഭാവി
പ്രധാനമന്ത്രി തന്നെയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്. അത് അദ്ദേഹം തന്നെ ആകുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു താരിഫ്. പക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടും വിദേശ നയവുമായി ബന്ധപ്പെട്ടും വരുന്ന വാക്കുകൾ രാജ്യം മുഴുവൻ സാഗുതം കേൾക്കും, ലോകം മുഴുവൻ സാഗുതം കേൾക്കും. കാരണം രാജ്യത്തെക്കുറിച്ചുള്ള കാര്യമല്ല, രാജ്യത്തിനൊരു പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷേ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആരോപണ വിധേയമായിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ചൈനയുമാണ്. ചൈന 2000 കിലോമീറ്റർ ഡെപ്സാങ് ആൻഡ് ഡെംചുക് മേഖല, അതെല്ലാം ഗൽവാൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളാണ്. ഈസ്റ്റേൺ ലഡാക്ക് മേഖലയാണ്. അവിടെയുള്ള ഡെപ്സാങ്ങിലെ 900 കിലോമീറ്റർ ഉൾപ്പെടെ 2000 കിലോമീറ്റർ ഭൂമി 2000 ആണ്ടിൽ ആ യുദ്ധത്തിൽ ഗൽവാൻ പോരാട്ടത്തിന് ശേഷം ചൈന കൈവശപ്പെടുത്തി. ഭാരത സൈന്യം കയ്യും കെട്ടി നിന്നു എന്ന മട്ടിലാണ് പരാമർശമുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ചൈനീസ് അഗ്രഷനെ പല്ലും നഖവും ഉപയോഗിച്ച്, അതായത് കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ അവിടെ വെടിവെക്കാനാവില്ല. കാരണം അതിർത്തി സംബന്ധമായ ഒരു ധാരണയുണ്ട്. അവിടെ യന്ത്രത്തോക്കുകൾ അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിക്കരുത് എന്നൊരു ധാരണയുണ്ട്. അലിഖിതമായൊരു ധാരണയാണ്. അത് ബോർഡർ പെട്രോളിംഗ് സംഘങ്ങൾ തമ്മിൽ എത്തിച്ചേർന്നൊരു ധാരണയാണ്. ആ ധാരണ ലംഘിക്കാതെ തന്നെ ചൈനീസ് കടന്നുകയറ്റക്കാരെ ശക്തമായി നേരിട്ട ഭാരതത്തിൻ്റെ സൈനികരോടുള്ള കടുത്ത അവഗണനയും വലിയ രീതിയിലുള്ള നിഷേധവുമാണ് ഇങ്ങനെ 2000 കിലോമീറ്റർ ചൈന അങ്ങ് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതാണ് ദീപാങ്കർ ദത്ത എന്ന ജഡ്ജി ഇപ്പോൾ ആ കേസ് കോടതിയിൽ വന്നപ്പോൾ അപകീർത്തി കേസാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ 2003 ഫയൽ ചെയ്ത അപകീർത്തി കേസിലെ വിചാരണ മധ്യേ അത് മാറ്റണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി സമീപിച്ചപ്പോൾ ചോദിച്ച കൃത്യമായ ചില ചോദ്യങ്ങളുണ്ട് ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം ചോദിക്കുകയാണ്, താങ്കൾ അവിടെ പോയിരുന്നോ? ഡു യു ഹാവ് ദി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ? 2000 കിലോമീറ്റർ എങ്ങനെ എത്തിച്ചേർന്നു? ആ ഒരു നമ്പർ ഇത് ഭാവനയിൽ നിന്ന് പറയുന്നതാണോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കൂ. ഇപ്പം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കടമയല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്. പക്ഷേ അത് ഉന്നയിക്കേണ്ടത് ഭാരത് ജോഡോ യാത്രയിൽ വളരെ കാഷ്വലായി പത്രലേഖകർ ചോദിക്കുമ്പോൾ മറുപടി പറയുക എന്നതല്ല. എ റെസ്പോൺസിബിൾ ഓപ്പോസിഷൻ ലീഡർ ചെയ്യേണ്ടത് സഭയ്ക്കുള്ളിൽ ലോക്സഭാ ഡിബേറ്റിൻ്റെ സമയത്ത് ആ വിഷയം ഉന്നയിക്കുക, എന്നിട്ട് ഉപോത്ബലകമായ സ്ഥിതിവിവരക്കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയുടെ മേശപ്പുറത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ അതിനുള്ള ഉത്തരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയേ തീരൂ. അങ്ങനെ 2000 കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ. രാജ്യത്തോടായി ആ കാര്യം വെളിപ്പെടുത്താനുള്ള ചുമതല സർക്കാരിനുണ്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. ഇതാദ്യത്തെ പ്രാവശ്യമല്ല. ശ്രീ അനിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യമല്ല ശ്രീ രാഹുൽ ഗാന്ധി ഈ ദേശവിരുദ്ധ പരാമർശങ്ങൾ എന്ന് ഗണിക്കാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും രാജ്യത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന, ഉദാഹരണത്തിന് സിഖുകാർ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന പരാമർശം ഉൾപ്പെടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്ന, രാജ്യത്ത് കടുത്ത മനുഷ്യാവകാശ ലംഘനം നിലനിൽക്കുന്നു, രാജ്യത്ത് വിവേചനമുണ്ട്, ഇവിടെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യംഗ്യമായ ചില പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം സംഭവിക്കുന്നു. അതിൽ ഒന്നാണ് അതിപ്പോൾ തിരുത്തലിന്റെ ഘട്ടത്തിലാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ ഫാക്ച്വലായിട്ടുള്ള എറർ നോക്കൂ. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ട ആദരണീയനായ നേതാവ് അരുൺ ജെയ്റ്റ്ലി അല്ലേ, അരുൺ ജെയ്റ്റ്ലിയെക്കുറിച്ച് നടത്തിയ പരാമർശം, അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് 2019 അതെ മരിച്ച അരുൺ ജെയ്റ്റ്ലി 2020 ആണ്ടിൽ എവിടെ നിന്ന് വന്നാണ്, ഏത് രൂപത്തിൽ വന്നാണ് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ വിമർശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നതിന് യാതൊരു ഊഹവുമില്ല. ജനം കേട്ടവരൊക്കെ പകച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് അതൊരു നാവുപിഴ, കേവലം നാവുപിഴ എന്നതാണോ, അതോ കരുതിക്കൂട്ടി ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിമർശനം? മരിച്ചുപോയി, ജെയ്റ്റ്ലി മരിച്ചു എന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അദ്ദേഹം മരിച്ചുപോയ ഒരാൾ വിശദീകരണവുമായി എഴുന്നേറ്റ് വരില്ല എന്നും അറിയാം. പക്ഷേ ഈ 2019 മരിച്ചത് എന്നത് ഒരുപക്ഷെ മനസ്സിൻ്റെ കോഡിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവണം. അപ്പം അങ്ങനെ ഒരു
സത്യവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം വിശ്വസിക്കും എന്ന് ധരിച്ചു വശായി പ്രതിപക്ഷ നേതാവ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഈ പറയുന്ന വാക്കിൻ്റെ ആർജവം, ആധികാരികത, വിശ്വാസ്യത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ആവശ്യം വേണ്ട ഗുണമാണ് വിശ്വാസ്യത. ആ വിശ്വാസ്യത കഴിവിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം രാഹുൽ ഗാന്ധി നന്നായി പഠനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനാവും വിധം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കഥകൾ പറയുന്നുണ്ട്, അദ്ദേഹം ഉപമകൾ ഉപയോഗിക്കുന്നുണ്ട്. വലിയ വാഗ്ധോരണിയിൽ, യാന്ത്രികമാണെങ്കിൽ പോലും വലിയ വാഗ്ധോരണിയിൽ പാർലമെൻറ്റിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ചില കാര്യങ്ങളിൽ പലരും പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തുറന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യം. ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വ്യക്തമായ സ്ഥിതിവിവരക്കണക്കുകൾ, സ്ഥല കാല ഭേദം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ സ്ഥലത്തെക്കുറിച്ചും സ്പേസ് ടൈം അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എത്ര എണ്ണം, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഊഹക്കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിരന്തരമുണ്ടാകുന്ന ഈ വക നിരന്തരമുണ്ടാകുന്ന പ്രയോഗങ്ങൾ, കാഷ്വലായി നടത്തുന്ന റിമാർക്സ്, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുമ്പോൾ ഡാമേജ് കൺട്രോൾ ആവശ്യമായി വരും. ഒരു കാര്യം കൂടി ഇത്തരണത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ല മറ്റു വിഷയങ്ങളല്ല. ഈ വിഷയത്തിൽ നോക്കൂ, ചൈന ഇന്ത്യയുമായി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്ന് നമുക്ക് തോന്നാം. പരമ്പരാഗതമായി ചൈനീസ് ആക്രമണം ഇന്ത്യ നേരിട്ടിരുന്നു, ടെറിട്ടോറിയൽ ക്ലെയിം ഉണ്ടായി, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ മാറിയ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വ്യാപാര യുദ്ധം കടുത്ത അവസരത്തിൽ ഇന്ത്യക്ക് 25% ടാരിഫ്, അതുപോലെ 10% ഒറിജിനൽ ടാരിഫ്, അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അഡീഷണലായി ഏർപ്പെടുത്തുന്ന ടാരിഫ്, ഇതെല്ലാം കൊണ്ട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടുന്ന റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ് രാജ്യങ്ങളുടെ, മറ്റ് ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ, ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനായി ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ചൈനയുമായി അലോസരമുണ്ടാക്കുന്ന രീതിയിൽ കൂടി ചൈന പോലും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ 2000 കിലോമീറ്റർ ചൈന പോലും ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിനെയാണ് സമ്മർദ്ദപ്പെടുത്തുന്നത് എങ്കിൽ പോലും ചൈന ഇന്ത്യ ബന്ധങ്ങളിൽ 2024 ഒക്ടോബറിൽ ഒരു ധാരണയുണ്ടായി, അതിർത്തി സംബന്ധിച്ച ഒരു ധാരണയുണ്ടായി. ആ ധാരണയെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നരേന്ദ്രമോദിയെയും ബുദ്ധിമുട്ടിലാക്കുന്നു എന്നത് അല്ല അവിടെ വിഷയം. രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ വളരുന്നത് ആരോഗ്യപരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഹവിൽദാർ ഗോപാലൻ നായർ, അദ്ദേഹം ഇന്ന് ഈ വാർത്ത കണ്ടിങ്ങോട്ട് വിളിച്ചതാണ്. അദ്ദേഹത്തിന് ഇതിൽ പ്രതികരിക്കാനുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ശ്രീ ഗോപാലൻ നായർ, രാഹുലിൻ്റെ പരാമർശം അത് സൈനികരോടുള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ, അല്ലേ? സൈന്യത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം കൂടിയല്ലേ? നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം ഒന്നിനും കൊള്ളില്ല എന്ന സൂചന കൂടിയല്ലേ അത്തരമൊരു പരാമർശത്തിലൂടെ അദ്ദേഹം നൽകിയത്? എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ഗോപാലൻ നായർ? കുറച്ച് വേദനിപ്പിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഉണ്ടായത്. ഇന്ത്യൻ പട്ടാളം വളരെയേറെ മോശമായിരിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും വരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനോട് കാണിക്കുന്നതിൽ കൂടുതൽ എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോശമായൊരു അഭിപ്രായമാണ് കയറിയിരിക്കുന്നത്. അത് രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് 65-ലും 71-ലും യുദ്ധത്തിൽ പങ്കെടുത്ത് അത് വളരെയേറെ വിജയപ്രദമാക്കിയ ഞങ്ങൾക്ക്, അതായത് പട്ടാളത്തിൻ്റെ ചോറ് നിന്ന ഒരു പട്ടാളക്കാരന് കേട്ട് സഹിക്കാവുന്നതിൽ അങ്ങാപ്പുറമാണ്. പല പ്രാവശ്യം അങ്ങേര് ചോദിച്ചിട്ടുണ്ട്, എത്ര റൗണ്ട് വെടിവെച്ചു, ആ കണക്കൊന്ന് പറയണം, എങ്ങനെയെല്ലാമുള്ള റൗണ്ട് വെടിവെച്ചു അതിൻ്റെ കണക്കൊന്ന് പറയണം, ഏതായിരുന്നു റൗണ്ട്, എവിടെയാണ് കൊണ്ടത്, എന്താ ഈ പറയുന്നത്? ഈ പയ്യന് എന്തെങ്കിലും അറിയാമെന്നോ എനിക്കൊരു സംശയം ഈ ആർമിയെ പറ്റി.
തീരെ മോശമായ ഇത്രയും വിവരക്കേടോടുകൂടി സംസാരിക്കാൻ എങ്ങനെ സാധിക്കണം? 62 യുദ്ധത്തിൽ ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ 62 യുദ്ധത്തിൽ ജവഹർലാൽ നെഹ്റുവും നമ്മളുടെ സൈന്യത്തിന് ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ സ്ഥിതി അതായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ബൂട്ടുണ്ടായിരുന്നില്ല, ശരിക്ക് ആഹാരം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ സൈനികരിലെ പലരും എൻ്റെ കൂടെ വീണ്ടും സർവീസ് ചെയ്ത ആൾക്കാർ പറഞ്ഞു കേട്ടുള്ളത്. ചൈനക്കാർ നല്ല ഓട്ടോമാറ്റിക് ആയുധങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ സൈന്യത്തെ വളഞ്ഞ് കൊയ്ത് മറ്റുള്ളവരെ ഹാൻഡ്സപ്പാക്കി കൊണ്ടുപോയി അവിടെ സുഖമായിട്ട് ജീവിപ്പിച്ച് അവർ ഇൻ്റർനാഷണൽ നിയമപ്രകാരം വളരെ ഭംഗിയായിട്ട് തന്നെ ആ പട്ടാളക്കാരെ കൊണ്ടുപോയി അവിടെ ജീവിപ്പിച്ചു. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. തിരിച്ച് വരുമ്പോൾ ഒരേ കമ്പിളിയും ഒരേ കോട്ടും സൂട്ടും ഒക്കെ കൊടുത്താണ് അവർ വിട്ടത്. വളരെ മര്യാദയായിട്ടാണ് ചൈന ചെയ്തത്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനല്ല അതിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ സർവീസ് ചെയ്ത ആൾക്കാർ പറഞ്ഞ വിവരങ്ങളാണ് ഞാൻ പറയണത്. 65 യുദ്ധത്തിൽ ഞാനുണ്ടായിരുന്നു. അട്ടാറിയിൽ നിന്ന്, നമ്മുടെ പാകിസ്ഥാൻ ബോർഡായ അട്ടാറിയിൽ നിന്ന് 2nd പാരച്യൂട്ട് റെജിമെൻറ്റിലാണ് ഞാൻ സർവീസ് ചെയ്തത്. ആ 50 പാര ബ്രിഗേഡ് അറ്റാക്ക് ചെയ്ത് ഇച്ചോക്ക് കനാലിൻ്റെ അടുത്ത് വരെ ചെന്നു. ഈ രാഹുൽ എന്ന ആ പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞിരിക്കണം, ഇതൊന്നും ആരും പറഞ്ഞു കേട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വിവരിക്കുന്നത്. അവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ ഈ കാല് മുറിയത്തക്ക വിധത്തിലുള്ള ആൻറ്റി പേഴ്സണൽ മൈൻസ് വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട് മുട്ടുകാലിന് താഴെ വെച്ച് പോകും. ജമ്പിങ് മെയിൻ എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്, അതൊരു വള്ളിയുമേ കെട്ടി വച്ചിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് ആ വള്ളി തടഞ്ഞാൽ അത് ജമ്പ് ചെയ്ത് മേലോട്ട് പോയാൽ 9 അടി ചതുരശ്ര വീതിയിലുള്ള എന്ത് സാധനങ്ങളും ആ ഷെല്ല് വന്ന് കീഴ്പോട്ട് പതിച്ച് അവിടെ കിടന്ന് മരിക്കും. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചോക്ക് കനാൽ വരെ പോയത്. അവിടെ ചെന്ന് എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ബ്രാവോ കമ്പനിയുടെ, ചാർലി കമ്പനിയുടെ 4 കമ്പനി അതിനുള്ളത്, ആൽഫ, ബ്രാവോ, ഡെൽറ്റ, അങ്ങനെ 4 കമ്പനിയിൽ ബ്രാവോ കമ്പനിയാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. ചാർലി കമ്പനിയുടെ 35 ജവാന്മാർ, അത് 30 വയസ്സിനും 22 വയസ്സിനും മേലെയുള്ള, ആ 30 വയസ്സിന് താഴെയും 22 വയസ്സിന് മേലെയുള്ള പയ്യന്മാർ മറാഠക്കാരായിരുന്നു. അവിടെ മരിച്ചു വീണ് കിടക്കുകയാണ്. ഈ ഇച്ചോക്ക് കനാലിൽ വരെ എത്തുമ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ ബ്രിഗേഡിയർ നമ്പ്യാർ, മലബാറുകാരനാണ്, അദ്ദേഹം പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന അവിടെ കിടക്കട്ടെ, സാരമില്ല, നമുക്ക് നമ്മളുടെ കർത്തവ്യം നിർവഹിക്കാം. അതുകൊണ്ട് നമുക്ക് നേരെ ലാഹോർ പിടിക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിനോട് അതിന് അനുവാദം ചോദിച്ചു. 1.5 മണിക്കൂർ ആർട്ടിലറി ഫയർ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ ലാഹോർ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള അനുവാദം കിട്ടിയില്ല. ഇവിടുന്ന് തിരിച്ച് പറഞ്ഞ് അവിടം വരെ പോകാൻ ആരാ പറഞ്ഞത്, തിരിച്ചു വരുമെന്ന് പറഞ്ഞു. തിരിച്ചു പോരണം, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ഇങ്ങനെ 35 ജവാൻസോട് മരിച്ചു കിടക്കുന്നു, കുറേ പേരുടെ കൈയും കാലും ഇല്ലാതെ ഇരിക്കണു, ഇവിടം വരെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ വരണമെന്നുള്ള നിർബന്ധം വന്നു. 9th കമാൻഡർ ഖാൻ സാബ് പറഞ്ഞു, ഇത് എൻ്റെ ഓർഡറാണ്, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. ബറ്റാലിയൻ കമാൻഡർ രാം സിംഗ് യാദവ് നമ്മളുടെ പഞ്ചാബിയായിരുന്നു, പഞ്ചാബി മുണ്ണ. അദ്ദേഹത്തിനോട് ബ്രിഗേഡിയർ നമ്പ്യാർ പറഞ്ഞു, തിരിച്ചു പോയേ പറ്റുള്ളൂ, ഓർഡറാണ് മേലെ എന്നുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോകില്ല ഈ മണ്ണിൽ നിന്ന്, കാരണം എൻ്റെ 35 ജവാൻസോട് മരിച്ചു കിടക്കാണ്, എന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. നിനക്ക് പോയേ പറ്റുള്ളൂ, നമ്മൾക്ക് ഇത് അനുസരിച്ചേ പറ്റുള്ളൂ, ഇത് ഓർഡറാണ്.
അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. മനസ്സോടുകൂടി ഓർഡർ പാലിക്കേണ്ടതായിട്ട് വന്നു. തിരിച്ചു പോന്നു ഞങ്ങളെല്ലാവരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിരിച്ചു പോകുന്ന 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നുള്ളൊരു ചോദ്യം വന്നു. ഇന്നിപ്പോൾ നമ്മുടെ പാർലമെൻറ്റിലും മറ്റുള്ളിടത്തൊക്കെ ഞാനിത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയണത്. എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായൊരു മറുപടി, ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്, ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു വാക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത 2nd പാരാച്യൂട്ട് റെജിമെൻറ്റിനെ ഇവിടെ വന്ന് പണിഷ്മെൻറ്റ് ബ്രിഗേഡിലേക്ക് വിട്ടു. ശ്രദ്ധിച്ചോളൂ, 65 യുദ്ധത്തിൽ ഞങ്ങൾ 7 മൈൽ പിടിച്ച് ഇച്ചോ കനാൽ വരെ ചെന്നിട്ട് ലാഹോർ പിടിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു പോരാനാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറയണു തിരിച്ചു വരാൻ ആര് പറഞ്ഞു തിരിച്ചു വരാൻ? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് ഓടിപ്പോന്നു. ഈ 35 ജവാൻസിനെ അവിടെ കുഴിച്ചിട്ടിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ കുഴിച്ചിട്ടു. അവരുടെ കഴുത്തിൽ കിടന്ന ഡിസ്ക് നമ്പർ അത് വെട്ടിക്കൊണ്ടു പോന്നു. അത് അഴിച്ചു കൊണ്ടുവന്ന് അവരവരുടെ കുടുംബങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. പെൻഷൻ വേണമെങ്കിൽ അപേക്ഷിക്കണം പറഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങളെ പണിഷ്മെൻറ്റിനായിട്ട് 68 ഇൻഫൻട്രി ബ്രിഗേഡ്, ഞാനത് റെക്കോർഡ് സഹിതം പറയാണ്, അതിലേക്ക് ബക്ഷി സിംഗ് എന്ന് പറഞ്ഞൊരു ബ്രിഗേഡിയറുണ്ട്. അങ്ങേര് കാശ്മീരിൽ താമസക്കാരനാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ മലകളെല്ലാം പുഷ്പം പോലെ അങ്ങേർക്ക് ചാടിക്കയറാൻ പറ്റും. എന്നാൽ നമ്മളുടെ ഈ കേരളത്തിൽ സമതലത്തിൽ കിടക്കുന്ന നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നിരുന്നാലും പട്ടാളക്കാരൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ അവന് കിട്ടുന്നതായ ആ ഡ്യൂട്ടി അവൻ കർത്തവ്യബോധത്തോട് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കർത്തവ്യബോധം നിർവഹിക്കാൻ വേണ്ടി 3 വർഷം ഈ 68 ഇൻഫൻട്രി ബ്രിഗേഡിൽ പണിഷ്മെൻ്റായിട്ട് യുദ്ധം പഠിക്കാൻ പോയി. ഞങ്ങൾ ഈ യുദ്ധം പഠിക്കാൻ പോയി. മുൻപ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഞങ്ങളുടെ കമാൻഡർ ബ്രിഗേഡിയർ നമ്പ്യാരും ബറ്റാലിയൻ കമാൻഡർ രാം സിംഗ് യാദവും, നമ്മളുടെ ഹിന്ദി ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മോശമായ കാര്യമാണ് പറയണത്, ഈ സൂറ്റി ആർമിയിൽ ഇനി ഞങ്ങൾ സർവീസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് 2 പേരും രാജിവെച്ച് അവർ വീട്ടിൽ പോയി. ഞങ്ങൾ അവിടെ സർവീസ് ചെയ്തു. ഈ 3 വർഷം ഞങ്ങൾ മല കയറി ഇറങ്ങി എല്ലാ എക്യുപ്മെൻറ്റ്സും എടുത്ത് ഞങ്ങൾ രാവിലെ പോകും, വൈകുന്നേരം തിരിച്ച് ഇറങ്ങി വരും. അല്ലെങ്കിൽ ഇന്ന് പോകും, മറ്റന്നാൾ തിരിച്ചു വരും. ഇതുവരെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങളുടെ പുറത്ത് കെട്ടി തൂക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. ഒരു പക്കാൾ വെള്ളമെടുത്ത്, എൻ്റെ കൂടെ ഭോജരാജ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. പുള്ളി വളരെ സമർത്ഥനായിരുന്നു. ഒരു പക്കാൾ വെള്ളമെടുത്ത് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് തീരുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഉറവുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് വേണം വെള്ളം കുടിക്കാൻ, ഇല്ലാതെ ഈ താഴെ വരണം. അങ്ങനെ ഈ 3 വർഷം കഴിച്ചുകൂട്ടി 65 യുദ്ധത്തിൽ വിജയിച്ച ഞങ്ങൾക്ക് ഇത്ര വലിയൊരു പണിഷ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. എത്ര ദയനീയമായിരുന്നു. അങ്ങനെ സർവീസ് ചെയ്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് 70 ഡിസംബർ 12-ാം തീയതി 4:30 മണിക്കാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ അതാണ്, ഞങ്ങൾ ബംഗ്ലാദേശിൽ പാരച്യൂട്ടിൽ ഇറങ്ങും. പാരച്യൂട്ടിൽ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് ഞങ്ങളുടെ ബ്രിഗേഡിയർ മാത്യു തോമസ്, കേരളക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു, നല്ലൊരു വിദഗ്ധനായ മനുഷ്യനായിരുന്നു, നല്ല രാജ്യസ്നേഹിയായിരുന്നു. അങ്ങേര് ഞങ്ങളെ ദർബാർ വിളിച്ചു. ഉടനെ തന്നെ നമുക്ക് ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമ്പ് ചെയ്യണം, സമയമായിരിക്കുന്നു.
പക്ഷേ അങ്ങേര് ഞങ്ങളുടെ കൂടെ വരേണ്ടതായിരുന്നു. ഒരു ബ്രിഗേഡിയർ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മേജർ പണ്ണുവിനെ കേണൽ പണ്ണുവാക്കി ഞങ്ങളുടെ കൂടെ അയച്ചു. അതായത് പണ്ണു സാബ് എന്ന് പറയുന്നത് പഞ്ചാബിയാണ്. ധീരനും അതിവിക്രമനുമായ ഒരു കമാൻഡറായിരുന്നു. ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. പക്ഷേ ജനറൽ തോമസ് ബ്രിഗേഡിയറാണെന്ന്, അതിനുശേഷം ബ്രിഗേഡിയർ തോമസ് പറഞ്ഞതെന്ന് വെച്ചാൽ ദർബാർ വിളിച്ചുകൊണ്ട് ഞങ്ങളോട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങളുടെ കൂടെ പോരാൻ സാധിക്കുന്നില്ല. കാരണം ഓർഡർ മറ്റേപാടാണ്. ഞാൻ വന്നാൽ ഒരു ബ്രിഗേഡിയർ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മട്ടിൽ എനിക്ക് വരാൻ ഓർഡർ ഇല്ല. ഇത്രേ പറയാൻ അങ്ങേർക്ക് സാധിച്ചുള്ളൂ. ഹർ ഹർ മഹാദേവ എന്ന് പറഞ്ഞ് കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് അങ്ങേരെ ആ സഭയിൽ നിന്ന് എണീറ്റ് പോയി. ഞങ്ങൾ പാരച്യൂട്ട് കെട്ടി ബംഗ്ലാദേശിൽ ചെന്ന് ചാടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് അല്പനേരം ഞങ്ങൾക്ക് മാർച്ച് ചെയ്യാനുള്ള സമയം കിട്ടി. 4 ദിവസത്തേക്കും പോയി. നാനാപ്രദേശങ്ങളും ഞങ്ങളുടെ കയ്യിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോളേജിൻ്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ പോണു. ആ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ചെന്നപ്പോൾ ഒരു കോളേജിലെ സിന്ദൂരം തൊട്ട കുറച്ച് കുമാരികൾ, ബ്രേസിയറും ഷഡ്ഡിയും മാത്രമുള്ളത്, തല വെട്ടി അവിടെ കിടക്കണം. ഈ നമ്മളുടെ ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ഇതുങ്ങളുടെ എല്ലാം തല വെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഉദ്ദേശത്തിൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ കാലങ്ങളോളം ഈ പാകിസ്ഥാൻ പട്ടാളം ഈ കുട്ടികളെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തി. പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഇത് കണ്ടതും നമ്മൾക്കുണ്ടല്ലോ മക്കളും കുടുംബമൊക്കെ, എന്തെന്നില്ലാത്തൊരു വിഷമവും ഒരു ധീരതയും ഞങ്ങളുടെ മനസ്സിൽ വന്നു. ഞങ്ങൾ 4 ദിവസത്തേക്കും പോയി ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കൊയ്ത്തായിരുന്നു അവിടെ. ഇന്നത്തെ പോലെയല്ല യുദ്ധം, നേർക്ക് നേരെ ബയനറ്റ് യുദ്ധവും അതുപോലെ തന്നെ വെടിവയ്പ്പുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അതുവരെ ഞങ്ങളുടെ പ്രയത്നം കണ്ണ് ചിമ്മാതെ ഇരുന്ന് ഈ ഭോജരാജിനെ ഞാൻ മുൻപ് പറഞ്ഞ ആൾ LMG ലൈറ്റ് മെഷീൻ ഗണ്ണ് നമ്പർ 1ഉം ഞാൻ സെക്കൻഡും ആയിരുന്നു. ഞങ്ങളവിടെ നോക്കുന്ന അവസ്ഥ രാവിലെ നോക്കുമ്പോൾ ഒരു 23 പേര് പാകിസ്ഥാൻ പട്ടാളക്കാർ ഞങ്ങളുടെ മുൻപിൽ നിരന്ന് മരിച്ചു കിടപ്പുണ്ട്. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഭഗവാൻ കൃഷ്ണന് മാത്രമേ അറിയാവൂ. അന്നത്തെ ദിവസം ആ രാത്രി അതായിരുന്നു. ഈ മരിച്ചു കിടക്കുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഞങ്ങൾ കാരണം എന്ന് വെച്ചാൽ രാത്രി സമയത്ത് ക്രോസ് ഫയറിംഗ് ആണ്. ഞങ്ങൾക്ക് ആളെ കണ്ട് വെടിവെക്കാൻ പറ്റില്ല. എങ്കിലും ഫയർ നടന്നുകൊണ്ടിരുന്നു. രാവിലെ നോക്കുമ്പോൾ 23 ശവങ്ങൾ ഒരു പട്ടാളക്കാരനെ മറ്റൊരു പട്ടാളം കെട്ടിപ്പിടിച്ചും കൂടി കിടക്കുന്നുണ്ടായിരുന്നു മരിച്ചപ്പോൾ. അതവരുടെ വാത്സല്യം. പക്ഷേ ഡ്യൂട്ടി നിർവഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നായർ ഒന്ന് ചുരുക്കാം, നമുക്ക് ഈ മറ്റ് അതിഥികളിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഇടവേള എടുത്തോട്ടെ. ഇടവേള എടുത്ത ശേഷം താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അത് മനസ്സിലാക്കുന്നു. പട്ടാളക്കാർ അന്ന് അനുഭവിച്ച യാതനകളാണ് താങ്കളിപ്പോൾ തുറന്ന് പറയുന്നത്. അത് ഈ രാഹുലിനെ പോലുള്ളവർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാകും. എത്ര ത്യാഗം സഹിച്ചാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നതൊക്കെ അത് പഠിക്കേണ്ടതുണ്ട്, അടുത്ത് അറിയേണ്ടതുണ്ട്. ശരിയാണ്. അതുകൊണ്ട് താങ്കളുടെ ഈ തുറന്ന പറച്ചിൽ അത് പുതുതലമുറയിലുള്ളവരും അത് കേൾക്കട്ടെ, അവരുൾക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മനസ്സിലാക്കട്ടെ. ഇത്രയും പോരാടിയതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നന്നായിട്ട് അറിയാം. മാത്രമല്ല മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചതും നമ്മുടെ പട്ടാളക്കാരാണ്, ജവാന്മാരാണ്. അതുകൊണ്ട് വലിയൊരു സല്യൂട്ട് നൽകുന്നു. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് വസന്ത്, കോടതിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഭാരതീയനാണോ എന്ന് സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഭാരതീയൻ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ ആമുഖത്തിൽ ചോദിച്ചത് രാഹുലിന് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ അവിവേകമാണോ, ബുദ്ധിശൂന്യതയാണോ? ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. കാരണം നിരന്തരം ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു. സൈനികരെ നോക്കൂ, നമ്മുടെ ഗോപാലൻ നായരെ പോലുള്ള സൈനികർ അവരുടെ ത്യാഗം അതുപോലും അവഗണിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. 2000 കിലോമീറ്റർ ഗാൽവൻ ആ പ്രദേശത്തെ 2000 കിലോമീറ്റർ ഭൂമി അത് ചൈന കൈക്കലാക്കി എന്ന തരത്തിലുള്ള തികച്ചും അവാസ്തവമായിട്ടുള്ള ഒരു പരാമർശം എന്തുകൊണ്ട് നടത്തി, എവിടെ നിന്നാണ് താങ്കൾക്ക് തെളിവുകൾ ലഭിച്ചത് എന്നുകൂടി കോടതി ചോദിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് രാഹുൽ തയ്യാറാവേണ്ടതല്ലേ? നോക്കൂ, ത്തോടുള്ള എല്ലാ ബഹുമാനവും ഏറ്റവും മുമ്പ് സംസാരിച്ച ഹവീൽദാർ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധവും ക്രോണോളജിക്കൽ എററുമുള്ള വലിയ പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തെ, അതും പെന്റഗണിനെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ വാസ്തവം, രാജ്യത്തിന് അറിയണം എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇത്രമാത്രം വലിയ പ്രശ്നമാണ്. പറഞ്ഞോളൂ. അതായത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പെന്റഗൺ റിപ്പോർട്ടിനെ ഉദാഹരിച്ചുകൊണ്ട് ഇതാ പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് രാജ്യത്തിന് അറിയണം എന്ന കണക്കിനുള്ള പരാമർശത്തെ ഇത്രമാത്രം ദേശവിരുദ്ധമായി നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്റെ സഹ പാനലിസ്റ്റ് ഹവിൽദാർ KP ഗോപാലൻ പറഞ്ഞു വെച്ചത് രാജ്യവിരുദ്ധത്തിന്റെ അങ്ങേയറ്റമാണ്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് 62-ലെ യുദ്ധത്തിന് ശേഷം ഇതാ ചൈനീസ് പട്ടാളം അവിടെ വെച്ച് നമ്മുടെ സൈനികരെ തിരിച്ചു തരുമ്പോൾ അവർക്കൊപ്പം കൊടുത്തുവിട്ടു എന്ന് പറയുന്നത്. നോക്കൂ, അന്താരാഷ്ട്ര കോടതിയിൽ തന്നെ നമ്മളുടെ അവർ ബന്ദികൾ സൈനികരടക്കമുള്ളവരുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായി അല്ല പെരുമാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ തന്നെ നേരിട്ട് സമീപിച്ച വിഷയമാണ് യുദ്ധം. അത് ഒരു സൈനികൻ കൂടിയായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹം പയ്യന്നൊക്കെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വല്ലാതെ കണ്ടങ്ങ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പട്ടാളമാകുന്നതിന് മുമ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുവെങ്കിലും കുറച്ചൊക്കെ ചരിത്രബോധം വേണം. ഇന്ത്യ ഗവൺമെന്റ് തന്നെ നേരിട്ട് അന്താരാഷ്ട്ര കോടതിയുടെ മുമ്പിലും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നീതിപീഠങ്ങളുടെ അന്നത്തെ നമ്മുടെ ബന്ദികളുടെ നേരെ ചൈന കാണിച്ച മനുഷ്യത്വരഹിതമായ വിഷയങ്ങളിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ആ നീതിപീഠങ്ങളെ എല്ലാം സമീപിച്ചിട്ടുമുണ്ട്. ഇത് നിങ്ങൾക്ക് നാഷണൽ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചാൽ, അതായത് കംപ്ലീറ്റ് പുതപ്പും അണ്ടിപ്പരിപ്പും കൊടുത്താണ് ചൈനീസ് ഗവൺമെന്റ് ഇങ്ങോട്ട് ബന്ദികളെ തിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കുന്ന തരത്തിലുള്ള പോയി നമ്മുടെ സൈന്യം അന്ന് തൊട്ടേ എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി തികഞ്ഞ അവജ്ഞയോടുകൂടി അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ ഞാൻ തള്ളിക്കളയാണ്. ഇന്ത്യൻ സൈന്യം ചൈനക്കാരന്റെ അണ്ടിപ്പരിപ്പും കമ്പിളിപ്പുറവും മേടിക്കാൻ പോകുന്നവരല്ല. അത് അന്നുമല്ല ഇന്നുമല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. അന്നത്തെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതായിരിക്കാം. അല്ലല്ല, ആ അനുഭവം അല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ശരിയല്ലാത്ത അനുഭവം രാജ്യവിരുദ്ധമാണല്ലോ. രാജ്യവിരുദ്ധമായ അഭിപ്രായം ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പറഞ്ഞാൽ കറക്റ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ ചർച്ച എടുക്കുന്നത്? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കറക്റ്റ് ചെയ്യണം. വസന്ത്, അത് അദ്ദേഹത്തിന്റെ അനുഭവമല്ലേ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. എക്സ്പീരിയൻസിൽ അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം അതിശയോക്തി കലർത്തി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അദ്ദേഹത്തെ ഇകഴ്ത്തുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, അങ്ങേക്ക് തോന്നുന്നു 62-ലെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ, ചൈനയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോരാട്ടത്തിൽ ാക്കപ്പെട്ട നമ്മുടെ സൈനികർ, നമ്മളുടെ രാജ്യത്തെ പൗരന്മാർ, അവർ ചൈനയിൽ നിന്ന് കിട്ടുന്ന കമ്പിളിപ്പുതപ്പും അണ്ടിപ്പരിപ്പും മേടിച്ച് മടങ്ങി വരുന്നവരാണ് എന്നൊരു ബോധ്യം താങ്കൾക്കുണ്ടോ? എനിക്കില്ല. താങ്കൾക്കുണ്ടോ? അല്ല, ഞാനത് തള്ളിക്കളയാത്തത് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണ്. ആ എത്രയോ നീണ്ടകാലം അദ്ദേഹം ഈ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിനെ ഞാൻ അവാസ്തവമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അനിൽ നമ്പ്യാർ, ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ട്രാക്ക് റെക്കോർഡുകളെയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് അവാസ്തവമാണ്. കാരണം അത് രാജ്യമെടുത്ത നിലപാടിന് എതിരാണെന്നേ. 62-ന് ശേഷം എത്രയോ തവണ ആ യുദ്ധവുമായി അതിന് അദ്ദേഹം മറുപടി പറയും. നമുക്ക് രാഹുലിലേക്ക് വരാം. അതിന് അദ്ദേഹം മറുപടി പറയും. യെസ്, പറയാം. അല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് വിളിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി കുറെ കാര്യങ്ങൾ പറയുമ്പോ പയ്യന്നല്ലേ വിളിച്ചത്, വൃദ്ധന്നല്ലല്ലോ വിളിച്ചത്. പയ്യന്നല്ലേ, നല്ല സർട്ടിഫിക്കറ്റിലെ തന്നിരിക്കുന്നത്. ആ വന്തി വയോധികം പറയേണ്ടതില്ലേ? രണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞു. ഒരു 10 സെക്കൻഡ് അതുകൂടെ പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം, 65-ൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് 30ഓളം സൈനികരെ
അവിടെ മണ്ണിൽ കുഴിച്ചിട്ട് എന്നിട്ട് അവരുടെ കഴുത്തിലുള്ള ടാഗ് എടുത്തുകൊണ്ട് നമ്മൾ അവരുടെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുത്തു എന്നാണ്. ഇത് പാകിസ്ഥാനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ അവരുടെ സൈനികരെ യുദ്ധമുഖത്ത് കൈയും തലയും ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നവരാണ്. അവരുടെ ശവശരീരങ്ങളെ ബഹുമാനിക്കാത്തവരാണ്. ആ ഷഹീദുകളെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഷഹീദുകളെ ബഹുമാനിക്കാത്തവരാണ് പാകിസ്ഥാൻ എന്നാണ് നമ്മുടെ വാക്യം, നമ്മളുടെ ആഖ്യാനം, നമ്മളുടെ കൃത്യമായ വാദം. പക്ഷെ എന്താണ് ഇദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചു ചെയ്തത് നമ്മളാണെന്നാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരെ 30ഓളം പേരെ കുഴിച്ചിട്ടിട്ട് അവരുടെ കയ്യിലെ ടാഗ് എടുത്ത് കുടുംബത്തിന് അയച്ചു കൊടുത്ത പട്ടാളമാണ് ഇന്ത്യൻ പട്ടാളം. അതും ഈ ചർച്ചയിൽ അനിൽ നമ്പ്യാരെ പോലെ ഒരാൾ നയിക്കുന്ന ഈ ചർച്ചയിൽ അത് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഞാൻ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത് അഡ്രസ് ചെയ്യുകയാണ്. അങ്ങ് തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന്, അദ്ദേഹം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പരാമർശമല്ല ഇത്. ഇനി അങ്ങനെ അല്ലെങ്കിലും തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാം. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം എന്ന രീതിയിൽ അതിനെ ആഖ്യാനിക്കേണ്ടതായിട്ടില്ല. 2, സുപ്രീം കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇല്ലാത്തൊരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. 3, രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് പെന്റഗൺ 2022 പെന്റഗൺ, അമേരിക്കയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ പെന്റഗൺ നേരിട്ട് 2000 കിലോമീറ്ററോളം ചൈന പിടിച്ചടക്കി ഇന്ത്യയിൽ. അവരവിടെ സെറ്റിൽമെന്റ്, അരുണാചൽ പ്രദേശിൽ ചൈനീസ് സെറ്റിൽമെന്റുകൾ പണിയുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് കോട്ട് ചെയ്തുകൊണ്ടാണോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതാണോ? തീർച്ചയായും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പെന്റഗൺ റിപ്പോർട്ടിനെയും NDTV റിപ്പോർട്ടിനെയും നമ്മൾ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതാ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി അക്കാര്യം പറയേണ്ടതല്ലേ കോടതിയിൽ? അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു വിഷയത്തിലാണ് സുപ്രീം കോടതി ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ അത് തീർച്ചയായും സംസാരിക്കും. ഇനി രാജ്യത്തുള്ള എല്ലാ നീതിന്യായ കോടതികളും പറയുന്നതെല്ലാം ശരിയാണ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് കോടതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വിധി വന്ന് 3ാമത്തെ മാസം അതേ കോടതി ജഡ്ജിക്ക് എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജിയായി പ്രൊമോഷൻ കിട്ടുമായിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തന്നെ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടതായി വരുമായിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ജസ്റ്റിസ് ചലമേശ്വർ അടക്കമുള്ളവർക്ക് വെളിയിൽ ഇറങ്ങി വന്ന് ഇത് വലിയ അഴിമതിയാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം രാജിവെച്ച ഇന്ത്യൻ ഉപ പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഏത് വിഷയത്തിലാണ് ഏറ്റവും അവസാനം നിലപാടെടുത്തത്? ആ നിലപാട് ഏത് കോടതിയിലെ ജഡ്ജിയുടെ മുറിയിൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ പൂർണ്ണമായും ഇത് ഇതൊരു വിശുദ്ധ പശുവാണ് കോടതി എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ശബ്ദമാണ്. വിവിധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. അത് ചൂണ്ടിക്കാണിക്കും. അതിലെന്താ തെറ്റ്? ഭാരത് ജോഡോ യാത്രയിൽ അങ്ങ് പറഞ്ഞതുപോലെ പെന്റഗൺ റിപ്പോർട്ടിനെയും വസ്തുനിഷ്ഠമായ വിമർശനമാകാം അഡ്വക്കേറ്റ് വസന്ത്, പക്ഷേ ഈ ഫാക്ച്വൽ എറർ സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ നേരത്തെ അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യം പറഞ്ഞു. അന്തരിച്ച ഒരു നേതാവിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത് അല്ലേ? അതിനൊരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല. അപ്പം നോക്കൂ, ഇദ്ദേഹം വളരെ പക്വമതിയായിട്ടുള്ള വിവേകശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നേതാവിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യപ്പെടുന്നില്ലേ? ശ്രീ നമ്പ്യാർ, ഞാൻ ചോദിക്കും, ഒരു സ്ലിപ്പ് ഓഫ് ടൈറ്റിലാണ് അങ്ങ് നിൽക്കുന്നത്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം നടന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 64 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുന്നത്? ടിക്ടോക്ക് അടക്കം, ഈ പണ്ട് നമ്മൾ ടിക്ടോക്ക് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന, ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് നോക്കൂ, ടിക്ടോക്കില്ല. രാജ്യത്ത് ടിക്ടോക്കില്ല. എന്തുകൊണ്ടാണ്? അന്ന് അതിർത്തിയിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു, അന്ന് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഗവൺമെന്റ് വളരെ സ്ട്രാറ്റജിക് ആയി എടുത്തൊരു ഡിസിഷനാണ് ചൈനയുടെ ആപ്പുകൾ നിരോധിക്കുക എന്നുള്ളത്. അപ്പോ ഇത് രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു ദിവസം സ്വപ്നം കണ്ട് ഇല്ലാക്കഥ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന കണക്കിനുള്ള പ്രചരണം തെറ്റാണ്. ആ സമയത്ത് സ്വാഭാവികമായും അതിർത്തിയിലൊരു പ്രശ്നം. ഇന്ത്യയുടെ ഗാൽവൻ മേഖലയിലുള്ള 2000 കിലോമീറ്റർ ഭൂമി ചൈന കൊണ്ടുപോയോ? എന്താണ് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാടെന്താ? രാഹുൽ പറഞ്ഞതിലാണോ ഉറച്ചു നിൽക്കുന്നത്?
അല്ലല്ല, രാഹുൽ ഗാന്ധി ചോദ്യമാണ് ചോദിക്കുന്നത് ഭാരതത്തോട് യാത്രയിൽ. ആ വീഡിയോ അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങ് പ്ലേ ചെയ്യൂ. ഏതായാലും അങ്ങേക്കും ഡോക്ടർ മോഹൻ വർഗീസിനും ഒക്കെ വളരെ കൃത്യമായി ഹിന്ദി വ്യാഖ്യാനിക്കാൻ സാധിക്കുമല്ലോ. അതായത് പെന്റഗണും NDTV അടക്കം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് രാജ്യത്തിന്റെ നിലപാട് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടല്ലാതെ ആരോടാണ് ചോദിച്ചത്? അന്തർദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ തലത്തിൽ പറയുകയാണ് നമ്മുടെ 2000 കിലോമീറ്റർ പോയി. പ്രത്യേകിച്ച് പെന്റഗൺ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് അമേരിക്കൻ ചങ്ങാത്തം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന രാജ്യത്തെ ഭരണകൂടം എന്താണ് നിശബ്ദത പാലിക്കുന്നത് എന്ന തരത്തിലാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിനെ അവിടെയാണ് രാഹുലിനെ പോലുള്ള ഒരു നേതാവിന് നമ്മുടെ സൈന്യത്തെ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു കോമൺ സെൻസിന്റെ പ്രശ്നമല്ലേ? നോക്കൂ, ഇത്രയും ബ്രേവ് ഹീറോസ് നമ്മുടെ അതിർത്തി കാക്കുന്ന സമയത്ത് 2000 കിലോമീറ്റർ ഭൂമിയൊക്കെ ചൈന കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കില്ലല്ലോ. അത്രമാത്രം പവർഫുൾ അല്ലേ നമ്മുടെ സേന. അത് രാഹുലിന് മനസ്സിലാക്കാത്തതാണോ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ? നോക്കൂ, വസന്ത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയിട്ടാണ് ഭാരതത്ത് ജനാധിപത്യം തകർന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയത്. മാത്രമല്ല, ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല എന്ന പരാമർശവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? അതായത് ഒരു തരത്തിൽ ഭാരതത്തിൽ അരാജകത്വമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം. നരേന്ദ്രമോദിയെ ലോകഗുരുവായി വാഴ്ത്തിപ്പാടുമ്പോൾ ഭാരതം ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത ഉദിക്കുന്നത് ഒരു അധമ മനസ്സിൽ നിന്ന് തന്നെയല്ലേ? ആ ഒരു സംശയമല്ലേ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്? അതിന് കോടതി എന്തിനാണ് കുറ്റം പറയുന്നത്? നരേന്ദ്രമോദിയെ ലോക ഗുരുവായി വാഴ്ത്തുന്ന നരേറ്റീവ് BJP പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തെ അങ്ങനെ വാഴ്ത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നോക്കൂ, ക്രിയേറ്റീവായ ക്രിറ്റിസിസം, അത് ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഗവൺമെന്റിനെതിരായ വിമർശനമല്ല, അത് രാജ്യത്തിനെതിരായ വിമർശനമാണ് എന്ന കണക്ക് ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് പ്രതിപക്ഷ നേതാക്കളെ ആകെ അങ്ങ് ത്രിശങ്കു സ്വർഗത്തിലാക്കി കളയുന്ന രീതി കുറച്ചു കാലമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് നോക്കൂ, ഗവൺമെന്റിനെതിരായ വിമർശനം വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഹാലിളകുന്നത്? എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഈ ജോഡോ യാത്രയിൽ അദ്ദേഹം ചോദിക്കുന്നത് പെന്റഗൺ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് വാസ്തവം എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ പെന്റഗൺ റിപ്പോർട്ടിനെ തള്ളിക്കളയാം, പെന്റഗൺ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം, അല്ലെങ്കിൽ പെന്റഗൺ പറഞ്ഞതിൽ വസ്തുത ഇതാണ് എന്ന് പറയാ എന്നതിന് പറഞ്ഞത് അങ്ങനല്ല കേട്ടോ. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? മഹാരാഷ്ട്രയിലടക്കം ഇരട്ട വോട്ടുകൾ വലിയ രീതിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തി അതിന്റെ ഡേറ്റയുമായി ശ്രീ രാഹുൽ ഗാന്ധി വരുമ്പോ ഇതാ ജനാധിപത്യം തകർന്നു എന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് പറയുന്ന സമയത്ത് പറയാണ് ഇതാ രാജ്യത്തിനെതിരായാണ് ഈ വിമർശനം. ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം വെളിയിലായാൽ അത് രാജ്യത്തിനെതിരായി പോകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, അങ്ങ് പറഞ്ഞത് സൈന്യത്തിന്റെ വിശ്വാസമില്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, തന്നെ പങ്കെടുക്കുന്ന മുൻ സൈനികൻ പറഞ്ഞ ഫാക്ച്വൽ എറേഴ്സ്, ക്രൊണോളജിക്കൽ മിസ്റ്റേക്കുകൾ, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? അപ്പൊ ആ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എനിക്ക് സംഭവിക്കാം, അനിൽ നമ്പ്യാറിന് സംഭവിക്കാം, ഹവീൽദാർമാർക്ക് സംഭവിക്കാം. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. തെറ്റുകൾ വന്ധ്യവയോധികനായ ഗോപാലൻ നായർക്ക് ചിലപ്പോ താങ്കൾ പറഞ്ഞ പോലെ ക്രൊണോളജിക്കൽ എററൊക്കെ സംഭവിച്ചു കാണും. അതുപോലെയാണോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്? ആണോ? ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നിങ്ങൾ ഈ ഇന്ന് എടുക്കുന്ന വിഷയവും സുപ്രീം കോടതി ഇന്ന് പരാമർശിച്ച വിഷയവും അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയ സമയത്തേതല്ല. അതറിയാം. പക്ഷേ എന്തായാലും കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് തന്നെയാണല്ലോ രാഹുൽ. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അല്ല, ഞാനതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും സ്വാഭാവികമായും പ്രതിപക്ഷ ഐക്യത്തെ ഒന്നാകെ നയിച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ വാലിഡിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പരാമർശത്തെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല. നാക്കുപിഴ സംഭവിക്കും. പക്ഷേ നിരന്തരം നാക്കുപിഴ സംഭവിക്കുന്നത് എന്തോ ഒരു കുഴപ്പമല്ലേ അത്? അല്ല, ഇത് നാക്കുപിഴ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ നരേറ്റീവ് അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സൈഡ് അങ്ങനെയല്ലല്ലോ. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യമേ അതല്ല. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് രാജ്യം സൈലന്റ് ആയി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നിശബ്ദത പാലിക്കുന്നത്? അതിന് ഉത്തരം പറയണ്ടേ? അതോ ഇനി അങ്ങനെ അല്ലയോ? എന്തായാലും അതാണോ, അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെങ്കിൽ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അതിന് മറുപടി പറയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, വസന്ത് ന്യായീകരിച്ചതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പെൻറ്റഗണിനെ കോട്ട് ചെയ്ത് എന്നാണ് പറഞ്ഞത്. പെൻറ്റഗൺ ഒരു വാർത്താ ഏജൻസി ഒന്നുമല്ല.
പെൻറ്റഗണിന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവുമില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പെൻറ്റഗണിന് എങ്ങനെ അറിഞ്ഞു എന്നതും അത് ഒരു 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 സംശയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിലെന്തെങ്കിലും ഈ വസന്ത് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പല സമയത്തായി പല പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ അത് പറയുമ്പോ എന്താ അറിയോ, വി ആർ ലീസ്റ്റ് ബോധേർഡ് അബൌട്ട് രാഹുൽ ഗാന്ധി. നമ്മൾ രാഹുൽ ഗാന്ധിയെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ ആലോചിച്ച് വ്യാകുലരല്ല. നമ്മൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആലോചിച്ചിട്ടാണ് വ്യാകുലപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. അത് ഞാൻ 2 ഉദാഹരണം തരാം. മനോഹർ പാരേക്കർ മരണശയ്യയിൽ കിടക്കുകയാണ്. സംസാരിക്കാൻ പോലും വയ്യാതെ മൂക്കിലൂടെയൊക്കെ ട്യൂബ് ഇട്ട് കിടക്കുകയാണ്. ആ സമയത്ത് റാഫേൽ ഡീഡിനെ മനോഹർ പാരേക്കർ എതിർത്തിരുന്നു എന്ന് പറയാവോ? അത് അങ്ങോട്ട് മരിക്കാൻ കിടക്കുകയാണ്. അത് സംസാരിക്കാൻ പോലും, ഒരു വിരളനക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ മനോഹർ പാരേക്കർ റാഫേൽ ഡീലിന് എതിരായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അദ്ദേഹത്തിന്റെ മകന് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. 2, റാഫേൽ ഡീലിൽ സുപ്രീം കോടതി പറയാത്തത് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി മാപ്പ് പറഞ്ഞു. സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു, അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിരുന്നില്ല, പോയി മാപ്പ് പറഞ്ഞു. അത് പോട്ടെ. അപ്പൊ രാഹുൽ ഗാന്ധിയെ വിടും. പ്രോബ്ലം എന്താ അറിയോ? നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് സൈനിക കാര്യങ്ങളിൽ ഒന്നും ഒരു കാരണവുമില്ലാതെ സംഭവിക്കില്ല. നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് എ വാലിഡ് റീസൺ. ഒന്നും തക്കതായ കാരണങ്ങളില്ലാണ്ട് നടക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കില്ല. 1999 കാർഗിൽ യുദ്ധമാണ് റാഫേൽ പർച്ചേസിനും അഗ്നിവീർ പദ്ധതിക്കും കാരണമായത്. 1999 കാർഗിൽ സംഘർഷത്തിന് ശേഷം ഇന്ത്യ രാജ്യം ഒരു കമ്മിറ്റിയെ നിയമിച്ചു. നമ്മളെ കാർഗിൽ യുദ്ധത്തിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും നമ്മുടെ തിരിച്ചടികളുടെയും എല്ലാ കാരണങ്ങൾ പഠിക്കാൻ സുബ്രഹ്മണ്യം കമ്മിറ്റി. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുടെ പിതാവ് സുബ്രഹ്മണ്യം ആയിരുന്നു ആ കമ്മിറ്റി തലവൻ. അദ്ദേഹം ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു, ഉയർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ ആ കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മുടെ എയർഫോഴ്സിന്റെയും സൈന്യത്തിന്റെയും ഒരു ആവശ്യമായിരുന്നു അടുത്ത തലമുറ പെട്ട യുദ്ധവിമാനങ്ങൾ. അപ്പൊ അത് കണ്ടെത്തണം, ഏതാണെന്ന് കണ്ടെത്തി എത്രയും പ്രത്യേക പർച്ചേസ് ചെയ്യണം. അതിലെ ചർച്ചകൾ വാജ്പേയി സർക്കാർ പോകുന്നതിന് മുമ്പ് അതിന്റെ ചർച്ചകൾ നടത്തി ഏതാണ്ട് റാഫേൽ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ 10 കൊല്ലം ഒരു ചുക്ക് സംഭവിച്ചില്ല ഇവിടെ. കാരണം ഇവിടെ ഇൻഡിസിസീവ്നെസ് ആയിരുന്നു. അതേപോലെ ആ കമ്മിറ്റി നടത്തിയ ഒരു ശുപാർശയാണ്. അതിന്റെ കാരണം അവർ പറഞ്ഞു, ഇന്ത്യൻ പട്ടാളത്തിന്റെ ശരാശരി വയസ്സ് 32ആണ്, US ആർമി 22ആണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ആർമിയുടെ ശരാശരി വയസ്സും 24, 23 ഒക്കെയാണ്. നമ്മുടെ ആർമിയുടെ ശരാശരി വയസ്സ് കുറയ്ക്കണം. അതിന് ആവശ്യം പെർമനന്റ് റിക്രൂട്ടിൽ എത്രയാണോ വേണ്ടത് അതിന്റെ 4 ഇരട്ടി എടുക്കുക. എന്നിട്ട് അതിൽ 4ൽ 3 ആളുകളെ 4 വർഷം 5 വർഷം കഴിഞ്ഞാൽ അവർ അതുവരെ നടത്തിയ സേവനത്തിന് തക്കതായ പ്രതിഫലവും അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഈക്വലായ സർട്ടിഫിക്കറ്റുകളും, അവർ ഏത് ട്രേഡിലാണോ വർക്ക് ചെയ്തത് അതിന് ഈക്വലായ, അവർ +2 കഴിഞ്ഞ് വരുന്നവരാണ് ഡിഗ്രി, 10ാം ക്ലാസ് കഴിഞ്ഞവർ വരുന്നവരാണെങ്കിൽ ഡിപ്ലോമോ, ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് അവരെ തിരിച്ചുവിടാം എന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ട് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിവീർ വരുന്നത്. രാഹുൽ ഗാന്ധി ഇതിനൊക്കെ പറ്റി ഇതെന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാതെ റാഫേലിനെ വിമർശിച്ചു, അഗ്നിവീറിനെ ഒക്കെ വിമർശിച്ചത് വളരെ മോശപ്പെട്ട എന്താണ് ഭാഷയിലാണ്. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ചൈന പറഞ്ഞത് ഞങ്ങൾക്ക് 40 പേര് മരണപ്പെട്ടു ഗൾവാനാണ്, നമുക്ക് മരണപ്പെട്ടത് 20 ആളുകൾ. ആ 20 ആളുകൾ ആരാണ്, അവരുടെ പേരെന്താണ്, അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്, അവർ ഏത് ഗ്രാമത്തിലുള്ളവരാണ് കൃത്യമായിട്ട് അറിയാം. കേണൽ സന്തോഷാണ് ആ ടീമിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹമാണ് മരണപ്പെട്ടത്. തെലുങ്കാനയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡെപ്യൂട്ടി കളക്ടറാണ്. കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയാം. ചൈന തന്നെ പറഞ്ഞു 40 പേര് മരണപ്പെട്ടു. ഇന്റർനാഷണൽ മീഡിയ പറഞ്ഞത് 143 ആളുകൾ മരണപ്പെട്ടു എന്നാണ് ചൈനയുടെ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിനെപ്പറ്റി ഇന്ത്യ പട്ടാളക്കാർ തല്ലുകൊണ്ട് ഓടി എന്ന് പറഞ്ഞു, നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്നിട്ട് പറയുന്നത് പെന്റഗൺ. ഹൂ ഈസ് ദിസ് പെന്റഗൺ?
ഹൂ ദ ഹെൽ ഈസ് ദിസ് പെന്റഗൺ? 1971 യുദ്ധത്തിൽ 7ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയവരാണ് അമേരിക്ക. അത് നടന്നില്ല, വേറെ കാര്യം. അതാണ് അമേരിക്കൻ മനോഭാവം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ ബോംബ് ചെയ്യാൻ നമ്മുടെ വിമാനങ്ങൾക്ക് 3 കിലോമീറ്റർ അടുത്ത് വരെ സഞ്ചരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ കയ്യിൽ സാധാ മിസൈലായിരുന്നു. അപ്പോൾ അവരുടെ ഫയറിംഗ് റേഞ്ചിൽ വിമാനങ്ങൾ വരും. ഒരു പൈലറ്റ് നചികേതസിനെ നഷ്ടപ്പെട്ടു, മറ്റൊരു പൈലറ്റ് അഹൂജയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ലേസർ ഗൈഡഡ് മിസൈലുകൾ ഉണ്ടായാൽ 5 കിലോമീറ്റർ ദൂരത്തിന് അയക്കാം, അപ്പൊ ചൂട് തേടി പോയിക്കോളും എന്നൊരു സജഷൻ വന്നു. ആരെടുത്തുണ്ട്? അമേരിക്കയുടെ അടുത്തുണ്ട്, ഇസ്രായേലിന്റെ അടുത്തുണ്ട്. അമേരിക്കയോട് ചോദിച്ചപ്പോ തന്നില്ല അവര്, ഇസ്രായേൽ തന്നു. അതുകൊണ്ടാണ് അവര് 1-2 ദിവസം കൊണ്ട് ഷിപ്മെന്റ് അയച്ചു. നമ്മൾ ലേസർ ഗൈഡഡ് മിസൈൽ അയക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ തോക്കുകളുടെ ഫയറിംഗ് റേഞ്ചിൽ വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇതാണ് അമേരിക്ക, ഇതാണ് അമേരിക്ക. യു ഷുഡ് നോട്ട് ബിലീവ് ഓൾ ദോസ് തിങ്സ് വിച്ച് അമേരിക്ക സേസ്. പെന്റഗണും ജോർജ് സോറാസ് ഒന്നും പറയുന്നത് വിശ്വസിക്കലല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പണി. അവരെ ഒന്ന് കോട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയ അപകടമാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. പ്രോബ്ലം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയുന്നു. ചരിത്രം ഉൾക്കൊള്ളുന്നില്ല, ചരിത്രം പഠിക്കുന്നില്ല. റിപ്പീറ്റഡ്ലി ഫാക്ച്വലി റോങ് ആയ കാര്യങ്ങൾ പരസ്യമായി പറയുന്നു. കഴിഞ്ഞ ജൂൺ മാസം വരെ ഹി ക്യാൻ സേ എനിത്തിങ്, വി ഹാവ് നോ പ്രോബ്ലം. അയാൾ എന്തോ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ജൂൺ മാസം മുതൽ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഹീസ് ദി ഒപ്പോസിഷൻ ലീഡർ ഓഫ് ദിസ് കൺട്രി. അയാൾക്ക് ലൈസൻസ് ഇല്ല എന്തും വിളിച്ചു പറയാൻ. അദ്ദേഹത്തിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നോക്കണം. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ത്യയുടെ അഭിപ്രായമായി ചിത്രീകരിക്കപ്പെടും. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പോൾ പെന്റഗൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്ഥാപിത താല്പര്യക്കാർ. ഇപ്പൊ നമ്മളെ ടാരിഫ് കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. നമ്മള് ഇതൊന്നും ഏറ്റുപിടിക്കാൻ പാടില്ല എന്ന മിനിമം എന്താ പറയാ ഒരു 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 മര്യാദ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ പാലിക്കാനുള്ള എന്താ പറയാ, ഇപ്പൊ ആ വാക്ക് ഉപയോഗിക്കുക, അറിവില്ലായ്മയാണോ, അതല്ല കൂടെ നിൽക്കുന്നവർ കൊണ്ടുപോയി കുഴി ചാടിക്കുന്നതാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ കുറെ ആളുകൾക്ക് ഇത് ഒരു നീരസം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു പൊട്ടിത്തെറി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഏതായാലും വരുന്ന നാളുകളിൽ ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പം പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ബുദ്ധിശൂന്യതയാണോ അവിവേകമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഫണ്ടഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു, ജോർജ് സോറസിൻ്റെ കാര്യം പറഞ്ഞു, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള കണക്ഷനൊക്കെ ഇവിടെ പല വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കുമോ? ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടാണോ പറയുന്നത്, അതോ ഏതെങ്കിലും ഉപദേശകരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി നൽകുന്ന വിവരങ്ങൾ വേണ്ട പഠനത്തിന് വിധേയമാക്കാതെ നേരിട്ട് പറയുകയാണോ? ഇതാണ് ഇവിടെ വിഷയം. ഇവിടുത്തെ കാതലായ പ്രശ്നം, 2000 കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശപ്പെടുത്തി എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴല്ല. അത് കൃത്യമാണ്. അത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. മുന്നണിയെ നയിക്കാൻ പര്യാപ്തനായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമാണ്. അന്ന് ഇന്ത്യ മുന്നണിയുമല്ല, അന്ന് യഥാർത്ഥത്തിൽ UPA സംവിധാനമാണ്, ആ മുഖമാണ്. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ തോന്നുന്നതും വിളിച്ചു പറയാം എന്ന് ആ ഒരു ചോദ്യം കൂടെ വരുമല്ലോ. പ്രതിപക്ഷ നേതാവ്, ഇനി നോക്കൂ, പ്രതിപക്ഷ നേതാവാണ് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എന്താണ്? ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഷുഡ് ബി ബ്രോട്ട് ടു ലൈം ലൈറ്റ്. ഇതിനെ നമ്മൾ 2 രീതിയിൽ കാണണം. ഇത് രാജ്യത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അത് ശരിയാണോ എന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കഴിയും. പക്ഷേ ആ ഏജൻസി ഏതാണ്? അതൊരു വാർത്താ ഏജൻസി അല്ലാന്ന് ഓർക്കണം. ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സാണ് പെൻറ്റഗൺ.
ആ പെൻറ്റഗൺ ഇങ്ങനൊരു റിപ്പോർട്ട്, എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല, പെൻറ്റഗൺ റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ നിജസ്ഥിതി എന്താണ്, അത് അവർ ഇത് കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടോ, യാതൊരു രീതിയിലും കൺഫർമേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? നിയമത്തിൻ്റെ കണ്ണിൽ കൂടി കാണുമ്പോൾ എവ്രി സിറ്റിസൺ ഓഫ് ഇന്ത്യ, അത് രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ, പ്രതിപക്ഷത്തെ ആരുമായിക്കൊള്ളട്ടെ, മറ്റ് സാധാരണ പൗരന്മാരായിക്കൊള്ളട്ടെ, അത് പറയുന്നതിന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള മൗലികാവകാശങ്ങൾ they have to be enjoyed subject to morality, public order and health. അത് വ്യക്തമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇന്ന് കോടതി അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കട്ടെ, കോൺഗ്രസിൻ്റെ നേതാവായിക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ, സൈനികരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരാമർശം ഒരു ഇന്ത്യൻ പൗരൻ്റെ വായിൽ നിന്ന് വന്നാൽ അത് തീർച്ചയായും അത് ഒരു ഡിഫമേഷനാണ്. അത് ഡിഫമേഷൻ കേസ് അവിടെ നിലനിൽക്കുന്നതാണ്. ആ രീതിയിലുള്ള പരാമർശമാണ്. അതുകൊണ്ടാണ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി. ഇതൊരു തലധാരണയ്ക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതാണ് ആ ലക്ഷ്മണരേഖ? ഏത് ലെവൽ വരെ ക്രിറ്റിസിസം രൂപത്തിൽ ഒരു ചോദ്യമാണെങ്കിൽ ഓക്കെ, ഇതങ്ങനല്ല. ഇതൊരു അലിഗേഷൻ്റെ രൂപത്തിലുള്ള, ആരോപണത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ഡയമെൻഷൻ, ഇങ്ങനെ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ചോദ്യങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടതല്ലേ? ഇതാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. BJPയെക്കുറിച്ചും ഭരണപക്ഷത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും ഒക്കെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഇപ്പോഴത്തെ ഒരു പോളിസി ഉണ്ട്, DDLJ, അതായത് ഈ ഡിസ്റ്റോർട്ട് അല്ലെങ്കിൽ DD എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ട് ചെയ്യുക, ഒരു കാര്യം ഡിനൈ ചെയ്യുക. ആദ്യം ഇങ്ങനൊരു കാര്യം വെളിയിൽ വന്നാൽ ഇങ്ങനെ കാര്യം നടന്നിട്ടില്ല എന്ന് ഡിനൈ ചെയ്യുക, പിന്നെ ഇതിനെ വളച്ചൊടിക്കുക, ഡിസ്റ്റോർട്ട് ചെയ്യുക, പിന്നെ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം പറയുക, അത് മാത്രമല്ല ജസ്റ്റിഫൈ ചെയ്യുക. ഇപ്പം ഈ കാര്യങ്ങളെല്ലാമാണ് ഭരണപക്ഷം ഉപയോഗിക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഒരു പരിധിവരെ തെളിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി പറയുമ്പോഴും ഇത് തന്നെ BJPക്ക് തിരിച്ചു പറയാമല്ലോ, ഗവൺമെൻറ് തിരിച്ചു പറയാമല്ലോ. റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആൻഡ് റെസ്പോൺസിബിൾ ഓപ്പോസിഷൻ, ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്തേണ്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷം ചെയ്യുന്നത് തെളിവില്ലാത്ത കാര്യങ്ങൾ പൊതുസാമാന്യം അതിന് ജനങ്ങളുടെ മുമ്പാകെ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ അതിനർത്ഥമെന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ദുർബലമാവുകയാണ്, വൾണറബിൾ ആവുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ, അത് ചൈന ആയിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, മറ്റ് ശക്തികളായിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ ഗവൺമെൻറ്റിന് തങ്ങളുടെ ഭൂപ്രദേശം ഡിഫെൻഡ് ചെയ്ത് നിർത്താനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിന് കഴിവില്ല. അതിനർത്ഥം എന്താണ്? ഇന്ത്യയുടെ അഖണ്ഡത അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ കൺട്രി കെയിം അണ്ടർ ക്വസ്റ്റ്യൻ ഫ്രം വിത്തിൻ, വെളിയിൽ നിന്നല്ല, ആഭ്യന്തരമായി തന്നെ ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത എന്നിവ ഇതിനുള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ഒരുപക്ഷെ പരിഗണിച്ചത്. ആ ഒരു ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു ലക്ഷ്മണരേഖ ലംഘിച്ചിട്ടുണ്ടോ, ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു ഭരണപക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെയ്തിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ അത് രാജ്യവിരുദ്ധമാണ് എന്ന് പറയുന്ന ഭരണപക്ഷത്തിൻ്റെ നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല. അത് ഒരേ ശ്വാസത്തിൽ തന്നെ ഞാൻ രണ്ട് കാര്യങ്ങളും പറയും, കാരണം അതങ്ങനെയാണ്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ചെയ്തി മാത്രമാണ് ഇവിടെ വിഷയമായിരിക്കുന്നത്, മറ്റൊന്നുമല്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണോ, രാഹുൽ ഗാന്ധി മനഃപൂർവ്വമായി ചെയ്തതാണോ, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്താൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു, മുൾമുനയിലാക്കുന്നു എങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കോടതി ആദ്യമായിട്ട് അതേക്കുറിച്ചൊരു പരാമർശം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ തൻ്റെ അനിതര സാധാരണമായ കഴിവുകളുള്ള നേതാവാണ്. അതേക്കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ
പൊതുസമക്ഷം കൊണ്ടുവരാൻ തയ്യാറാകുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ശക്തമായൊരു സംവിധാനത്തെ എതിർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന ഒരു നേതാവിനെയാണ് അവിടെ കാണുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഫാക്ട് ചെക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതാണ് ഈ എപ്പിസോഡിൽ നിന്ന് അനിൽ തെളിയുന്നത്. ക്രിറ്റിസിസം ആവാം, പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണ്ടേ ഡോക്ടർ മോഹൻ വർഗീസ്? അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണ്ടേ? അതെ, കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. നോക്കൂ, രാഷ്ട്രമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ അല്ലേ? തീർച്ചയായും. നേഷൻ ഫസ്റ്റ് ഇതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നേഷൻ ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ്. ഇന്ത്യയുടെ പോളിസി എന്താണ്? ട്രംപ് പറയുന്നു അമേരിക്ക ഫസ്റ്റ്, നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ ഫസ്റ്റ്. ഇത് പറയണ്ടേ? ഇത് നരേന്ദ്രമോദി മാത്രം പറയേണ്ട കാര്യമാണോ? ഓരോ ഭാരതീയനും, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, ഞാനും ശ്രീ അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയേണ്ട കാര്യമല്ലേ നേഷൻ ഫസ്റ്റ്? അതിനെ രാജ്യസ്നേഹമെന്ന് വിളിക്കാം, ദേശീയത എന്ന് വിളിക്കാം, തീവ്രദേശീയത എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നേഷൻ ഫസ്റ്റ് ആണെങ്കിൽ അല്ല, ഞങ്ങളല്ല ഇവിടെ ഫസ്റ്റ്, ഞങ്ങൾ പരാജയപ്പെടുകയാണ്, ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയെത്ര ദൗർബല്യങ്ങളുണ്ട്, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന് അറിയേണ്ടത്. പാകിസ്ഥാൻ്റെ എത്ര വിമാനങ്ങൾ ഭാരതം വെടിവെച്ചിട്ടു എന്നത് ഒരുപക്ഷെ അപ്രസക്തമാണ്. ഇവിടെയാണ് ഇത് രണ്ടും ചോദിക്കണം. ഇന്ത്യക്ക് എത്ര നഷ്ടപ്പെട്ടു അത് ചോദിക്കുന്നതിനും ഒരു സമയമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തല്ല, അതിൻ്റെ തീവ്രതയിലല്ല ചോദിക്കേണ്ടത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ചോദിച്ചത് ശരി, അന്ന് ചോദിച്ചത് തെറ്റ് എന്നേ പറയാനാവൂ. അതിനാണ് ഒരു സ്ഥലകാല ബോധമുണ്ടാകണം. ഒരു കാലമുണ്ടല്ലോ, എന്തിനും ഒരു കാലമുണ്ട്. ചോദ്യം ചോദിക്കാൻ പോലും ഒരു കാലമുണ്ട്. കാരണം ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കൊള്ളട്ടെ, ഗൽവാനിലെ ആക്രമണമായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ദേശീയ സുരക്ഷ. അതുകൊണ്ട് 3 പാരഡൈംസാണ് ഇന്ത്യ നേരിടുന്നത്. ഒന്ന്, ഫുഡ് സെക്യൂരിറ്റി, അത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു, അതേക്കുറിച്ച് കാര്യമായ ആക്ഷേപങ്ങളില്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെ പട്ടിണി മരണങ്ങൾ വ്യാപകമാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളില്ല എന്ന് ഓർക്കണം. 2, എനർജി സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ലാഭകരമായി $30 കൺസെഷനിൽ ഇന്ത്യ കഴിഞ്ഞ 2-2.5 വർഷമായി ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടത്തുന്ന എണ്ണ ഇടപാടുകൾ, അത് ന്യായമാണ്. കാരണം ദേശീയ സുരക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ് ഊർജ്ജ സുരക്ഷ. അതിനുവേണ്ടി ഇന്ത്യ ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്ക ചന്ദ്രഹാസം ഇളക്കുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ കർശനമായ നിലപാടുകളുമായി, പിഴയുമായി നീങ്ങുന്നു. 25% ടാരിഫ്, അതിനോടൊപ്പം 10% ടാരിഫ് ഒറിജിനലി ഉള്ളത്, അതിനോടൊപ്പം അഡീഷണൽ ടാരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമാണ് ആരുമായി കച്ചവടം നടത്തണം, ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നത്. അതുകൊണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദേശീയ സുരക്ഷ. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ വിമർശിക്കുന്നതും ശരിയല്ല. മുൻകാല ഗവൺമെൻറ് ചെയ്തികൾ, ചൈന ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഇത്രയും ആ കിഴക്കൻ ലഡാക്ക് മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഷേപ്പ് അങ്ങ് മാറ്റിയത് നെഹ്റുവിൻ്റെ കാലത്തെ ഗവൺമെൻറ്റല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അന്നത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ വീണ്ടും വിമർശനപരമായി എടുക്കാതിരിക്കുന്നതാണ് ഒരു രാജ്യത്തിന് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. പാകിസ്ഥാൻ കൊണ്ടുപോയി കുറച്ച് ഭാഗം. അപ്പോൾ ആസാദ് കാശ്മീർ, അല്ലെങ്കിൽ അവർ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പാക് അധിനിവേശ കാശ്മീർ, അത് സംഭവിച്ചതും നെഹ്റുവിൻ്റെ കാലത്താണ്. ഇതെല്ലാം ചരിത്രപരമായ വസ്തുതകളാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ട് നെഹ്റുവിയൻ കാലഘട്ടത്തെയും കോൺഗ്രസ് പാർട്ടിയെയും കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചൈനയോട് ഏറ്റവും വിജയകരമായി പൊരുതി നിൽക്കുന്ന ഒരു കാലമാണ്. അതിനുശേഷം 62-ന് ശേഷം ചൈന കാര്യമായി ഇന്ത്യയുടെ ഭൂമി കൊണ്ടുപോയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ മുഴുവൻ BJP ഗവൺമെൻറ് അല്ല, കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ടു വരുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ബലഹീനമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് മൗഢ്യമാണ് എന്നാണ് അഭിപ്രായം. ഓക്കെ, ദേശസുരക്ഷയും സൈന്യത്തെയും ഒക്കെ തൊടുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ ഗോപാലൻ നായരെ പോലുള്ളവർക്ക് നോവുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി ഈ വേദിയിലെത്തിയതും. ശ്രീ ഗോപാലൻ നായർ, താങ്കളുടെ പരാമർശം അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ്. പരാമർശം മുഴുവനായിട്ടല്ല, അതിൽ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് തെറ്റുപറ്റിയോ? ദയവ് ചെയ്ത് ഇല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയത്. കാരണം അണ്ടിപ്പരിപ്പ് എന്നുള്ളൊരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹം കൂട്ടിച്ചേർത്താണ്. അത് ശരിയാ, കമ്പിളി അത് അങ്ങയുടെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. അണ്ടിപ്പരിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ല പറഞ്ഞില്ല. കമ്പിളിയുടെ കാര്യം പറഞ്ഞു. കമ്പിളിയുടെ കാര്യം പറഞ്ഞു. മറ്റേ
ഞാൻ അണ്ടിപ്പരിപ്പിന്റെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തതാണത്. ഓക്കെ ഓക്കെ അതിന് അങ്ങനെ എപ്പം മാപ്പ് പറയണ്ടേ? ഞാനല്ല. നല്ല ഓർമ്മശക്തിയുണ്ട്, ഒരു കുഴപ്പമില്ല വസന്തേ. എനിക്ക് 88 വയസ്സാണ്, പക്ഷെ എനിക്ക് ഓർമ്മശക്തി ഉണ്ട്. ഞാൻ സത്യം പറയുള്ളൂ. ആ ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ആ ഓക്കെ. ഞാനേ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ രാഷ്ട്രത്തിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഞാൻ പ്രതികരിക്കും. അതുകൊണ്ടാണ് താങ്കൾ ഇന്ന് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എടുത്ത് പറയരുത്. നിങ്ങൾ രാഷ്ട്രീയം നോക്കിക്കോളൂ. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. അണ്ടിപ്പരിപ്പ് പറഞ്ഞു. ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല. ഞാൻ അണ്ടിപ്പരിപ്പ് പറഞ്ഞു, അണ്ടിപ്പരിപ്പ് കൈന്നിട്ടതാണ്. കമ്പിളി പറഞ്ഞു, കമ്പിളി കൊടുത്തയച്ചു. അത് സത്യമാണ് സാറേ, സത്യമാണത്. കമ്പിളിയും അവരുടെ ഡ്രസ്സും നല്ല ആഹാരവും ഒരു കമ്പിളിയും കൊടുത്തയച്ചു പട്ടാളക്കാർക്ക്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 62 യുദ്ധത്തിലുണ്ടായിരുന്നില്ല. അതെ അതെ, പറയണത് കേൾക്കൂ. ഞാനും സംസാരിച്ചിട്ട് പ്ലീസ് വസന്ത ഒന്ന് അതേ പറയട്ടെ പ്ലീസ്. ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രായം മാനിച്ചെങ്കിലും ഒരു അവസരം കൊടുക്കൂ പ്ലീസ്. അല്ല, പ്രായം മാനിച്ച ഗീബൽസ് നുണകൾ പറഞ്ഞ് അംഗീകരിക്കണം. ഇല്ല ഇപ്പൊ തെറ്റ് പറ്റിയത് വസന്തനാണെന്ന് മനസ്സിലായല്ലോ. അണ്ടിപ്പരിപ്പ് നിങ്ങൾ വെറുതെ കൊണ്ട് കൊടുത്തതല്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ. ഓക്കെ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഏതാണ് എനിക്ക് പറ്റിയ തെറ്റ്? ഒന്ന് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞത്. അണ്ടിപ്പരിപ്പ് തെറ്റുപറ്റി താങ്കൾക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല സാർ, ഓക്കെ. ഇല്ല അത് പറഞ്ഞു, ഞാനും കേട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞോ? അല്ല, ശ്രീ അനിൽ നമ്പ്യാരും കൂട്ടിച്ചേർക്കില്ലേ സാർ? അല്ല, നമുക്കത് വിടാം, അണ്ടിപ്പരിപ്പ് വിടാം, കമ്പിളി പിടിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ശ്രീ ഗോപാലനായർ, ഞാനൊന്ന് പറഞ്ഞ കാര്യം പ്ലീസ് ഒരു സെക്കൻഡ് കൂടി പറയട്ടെ. ഒരു മിനിറ്റ് എനിക്ക് തരൂ. അതെ, ക്ലാരിഫൈ ചെയ്തിട്ട് പോവാന്നേ. അണ്ടിപ്പരിപ്പും കൂടെ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ചൈനക്കാരന്റെ ഔദാര്യം പറ്റി എന്ന കണക്ക് അദ്ദേഹം പറയുമ്പോ അതിനെ വൈകാരികമായി ഉപമിക്കുമ്പോ സ്വാഭാവികമായി 1962 യുദ്ധത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുന്നത് ഇതേ രീതിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണ്. അതെ, പ്ലീസ്, ഒരു അഡ്വക്കേറ്റ് ആണ്. ഒരു നിയമപരമായിട്ട് അല്പം സംസാരിക്കുമ്പോൾ നമ്മൾ റെസ്പെക്റ്റോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൂ. എനിക്ക് അല്പം സമയം തരൂ. എന്നിട്ട് ഇടയ്ക്ക് കയറല്ലേ. നമ്മളുടെ ക്ഷമിക്കണം, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പാർലമെന്റിൽ കാണുന്ന എന്താ, ഒരാളെ സംസാരിക്കാൻ അനുവദിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഡിസിപ്ലിനുള്ള ഒരു മനുഷ്യൻ, എനിക്ക് വിദ്യാഭ്യാസമില്ല, കഴിവില്ല, അറിവില്ല, 88 വയസ്സാണ് കഴിവ് ഇത്, പക്ഷേ ഇന്ന് കാണുമ്പോൾ വേദനിക്കുന്നു. ഈ ചെയ്യുന്ന ഈ ദുഷ്പ്രവർത്തനം കാണുമ്പോൾ വേദനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്ലീസ് ഒരു അല്പസമയം എനിക്ക് തരൂ. എന്നിട്ട് സാർ, ഒരു അഡ്വക്കേറ്റില്ലേ താങ്കളൊക്കെ, എനിക്ക് വല്ല വിവരമുണ്ടോ? ഞാൻ വിവരമില്ലാത്ത ആള് സത്യസന്ധമായിട്ട് കാണുന്ന കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ ഇന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, 1 റാങ്ക് 1 പെൻഷൻ ഇന്ദിരാഗാന്ധി ഞങ്ങൾക്ക് ബംഗ്ലാദേശ് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ദർബാറിൽ വെച്ച് പറഞ്ഞതാണ്. 73 പാസ്സാക്കി വെച്ചു. 2014 നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് തന്നു. മുൻകാല പ്രാബല്യത്തോടെ 2014 ജനുവരി 1 മുതൽക്ക് ഞങ്ങൾക്കത് പ്രാബല്യത്തിൽ തന്നു. ഇന്ന് ആർമിക്കാരനെ നരേന്ദ്രമോദി സ്വന്തം അമ്മ മക്കളെ പോറ്റി വളർത്തുന്ന പോലെ, സംരക്ഷിക്കുന്ന പോലെ പട്ടാളക്കാരെ സംരക്ഷിക്കുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല സാർ ഇതുപോലെ. ആ വേദനയാണ് ഞാൻ ഈ പറഞ്ഞറിയിച്ചത്. എനിക്ക് വലിയ കഴിവറിവൊന്നുമില്ല, സംസാരിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയൻ നമ്മളുടെ രാജ്യത്തിന് നമ്മളുടെ ആയുധങ്ങൾ, നമ്മളൊരു ആയുധം ഇവിടെ മേടിക്കാറുണ്ടോ സാർ? ഒരു ആയുധം ഇവിടെ നിന്നെടുത്ത് പ്രയോഗിക്കാറുണ്ടോ? എല്ലാം വെളിയിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഏത് ആയുധമാണ് ഇല്ലാത്തത്? ബ്രഹ്മോസ് എന്ന് പറയുന്ന സാധനം സ്വയംപ്രീതി നമ്മളിവിടെ ഉണ്ടാക്കിയതല്ലേ. ഞാൻ അഭിമാനിക്കണു ഇതിൽ. ഇന്നത്തെ ഗവൺമെൻറ് ഞാൻ അഭിമാനിക്കണു. കാരണം എന്ത് ആയുധം വേണം, ഏതെല്ലാം വേണം, എത്ര വേണം, നമ്മൾ വിദേശത്തേക്ക് കയറ്റിയേക്കണു. നമ്മൾ വിദേശത്ത് കൊണ്ട് ഈ പകുതി പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് പകുതി പൈസ മറ്റെവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോരല്ല സാർ. ശ്രീ ഗോപാലൻ, നമ്മൾ സ്വയം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇങ്ങനെ നിരന്തരം ദേശവിരുദ്ധ പ്രസ്താവന
നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? താങ്കളുടെ ഒരു നിരീക്ഷണം. സാർ, ഞാൻ അത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സുപ്രീം കോടതിനെ അദ്ദേഹം ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിനെ പറ്റി അത്ര വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ള സംസാരം കൊണ്ട് എനിക്ക് മനസ്സിലാവണം. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് വേദന തോന്നി. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ച് ഇന്ന് സംസാരിക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും. അല്ല, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ബുദ്ധി കുറവൊന്നുമില്ല, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അനുഭവമുണ്ട്. എന്തായിരിക്കാം പ്രചോദനം? അങ്ങേരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങേരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയണം, പ്രതിപക്ഷ നേതാവിനെ വളരെയേറെ ബഹുമാനിക്കേണ്ട. ഭരണപക്ഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് ഈ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളുടെ നാടിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി കൊണ്ടുപോകേണ്ടത്. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാലു പ്രസാദ് യാദവ് 950 കോടി കട്ടു, ജയിലിൽ പോയി. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ മറുപക്ഷത്തിരിക്കുന്ന ആൾ വേണം. അതുപോലെ നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചിദംബരം, ഞാൻ എടുത്തു പറയുന്നില്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പറയാൻ സമയമില്ല. പക്ഷേ ഇന്ന് നമ്മളുടെ കാശ്മീരിൽ ഞങ്ങൾക്ക് അവിടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. 307-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ഇന്നത്തെ പട്ടാളക്കാർ അന്തസ്സായിട്ട് അവിടെ ജീവിക്കേണ്ടത്. അന്ന് 307-ാം വകുപ്പ് പ്രകാരം 5 ലക്ഷം പണ്ഡിറ്റുകളാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അവിടെ പട്ടാളം ഇല്ലാത്തതുകൊണ്ടാണോ? പോലീസ് ഇല്ലാത്തതുകൊണ്ടാണോ? അവിടെ ഭരണമില്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ 5 ലക്ഷം പണ്ഡിറ്റുകൾ ഹിന്ദുക്കൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്? അനുഭവസ്ഥനാണ് ഞാൻ. അതൊന്നും പാടില്ല, നമ്മളുടെ നാടിന് യോജിച്ചതല്ല. നമ്മൾ മതേതര രാഷ്ട്രമാണ്. നമ്മളുടെ സഹോദരങ്ങളാണ്, മുസ്ലിങ്ങളായിരുന്നാലും ഈ ക്രിസ്ത്യാനികളായിരുന്നാലും ഏതായിരുന്നാലും ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ പിറന്നു വളർന്ന എല്ലാവരും തന്നെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതിന് പ്രത്യേക ഒരു ആനുകൂല്യം കൊടുത്ത്. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ചൊടിക്കും. അഡ്വക്കേറ്റ് വസന്ത്, അപ്പോൾ എന്തായാലും ഇത്തരം അനുഭവങ്ങൾ രാഹുലിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി പോലും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുകയാണ്. ആ വിമർശനത്തെയും സതുദ്ദേശപരമായി ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനാണോ തീരുമാനം? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനകത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനകളിൽ വലിയ അമർഷം പുകയുന്നുണ്ട്. ചിലരൊക്കെ അത് തുറന്നു പറഞ്ഞതാണ്, ചിലരൊക്കെ പാർട്ടി വിട്ടുപോകാനുള്ള കാരണവും അതുതന്നെയാണ്, ഈ പക്വതയില്ലായ്മ. അപ്പോൾ സ്വാഭാവികമായി തിരുത്തേണ്ടത് രാഹുലാണ്. തിരുത്താനുള്ള ആർജവം കാണിക്കുമോ, അതോ വീണ്ടും കോടതിയെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്ന ആ പഴയ അതേ ആയുധം അതെടുത്ത് പ്രയോഗിക്കുമോ? അല്ല, 1-2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതിനെ അദ്ദേഹം വല്ലാതെ കണ്ടങ്ങ് നമുക്ക് വിടാം, അണ്ടിപ്പരിപ്പ് വിടാം പ്ലീസ്. കാര്യം എന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞതിനെ അങ്ങ് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിന് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞു, അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഒരു മെറ്റീരിയൽ എററുമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം കമ്പിളി പുതപ്പ് സ്വീകരിച്ചു എന്ന് പറയുമ്പോ ചൈനയുടെ ഔദാര്യം പറ്റി എന്ന മനസ്സിലായി. അതിനെയാണ് ഞാൻ വളരെ വൈകാരികമായി അങ്ങനെ പറയാമോ? ഒരു ഹവീൽദാർ അവിടെ വളരെ കാലങ്ങളോളം അവിടെ ജയിലിൽ കിടന്ന ജവാന്മാർ പോന്നപ്പോഴാണ് ഞാൻ ഈ കൊടുത്തയച്ചത്. അതെ 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 അതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിന് നിങ്ങൾ ചെറുതായി കാണണ്ട, ദയവേത് തുടരുക. അവിടെ ജയിലിൽ കിടന്ന പട്ടാളക്കാർ തിരിച്ചു വരുമ്പോൾ അവർ കൊടുത്തുവിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. തെറ്റാണ് കാര്യം. അത് അംഗീകരിച്ച ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? 63 ശരിയാണോ സാർ? അങ്ങനെ പറയല്ലേ. താങ്കള് എന്റെ 88 വയസ്സിലുള്ള എന്റെ അനുഭവം, സർവീസിലുള്ള അനുഭവം ഞാൻ പറഞ്ഞത്. ഉണ്ടാവണമെന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ടതായി വരും. അങ്ങനെ സമീപിച്ചിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് ആണ്. നെഹ്റു ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ. വസന്തേ, രാഹുൽ തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനിയെങ്കിലും അത് ഇനി കോടതിയെ കുറ്റം പറഞ്ഞ് നടക്കുവോ? അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചിട്ടില്ലേ നമ്മൾ?
ഉണ്ടോ ഇല്ലയോ? അപ്പോ അദ്ദേഹം പറഞ്ഞത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിന് പോലും വില കൊടുക്കാതിരിക്കരുത് സാർ. അതെ, നമ്മൾ സുപ്രീം കോടതിയെ മാനിച്ചേ പറ്റുള്ളൂ. അതെ, അതെ. സുപ്രീം കോടതി നമുക്ക് മാനിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിയമവാഴ്ച തകരാറിലാവും. സുപ്രീം കോടതി നമുക്കിവിടെ ചോദിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ചോദിച്ചത് ഇദ്ദേഹം ഭാരതീയനാണോ എന്നാണ്. അല്ല അതിനെ ലാഘവത്തോടെ കാണല്ലേ. ഭാരതീയൻ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഭാരതീയനാണോ? യെസ്. പറയാന്നേ, രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് പോകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പൊ നോക്കൂ, അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? രാഹുൽ ദേശവിരുദ്ധനാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് കോടതി. അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അറ്റ് ദ സെയിം ടൈം ഇതേ സുപ്രീം കോടതി, ഇതേ ബെഞ്ച് ലക്നൗ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായി നടന്നു വന്ന പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കണം കേട്ടോ. ഇന്നത്തെ പ്രൊസീഡിങ്സ് ആകെ അങ്ങ് നിങ്ങൾ പഠിക്കൂ. അല്ലാതെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കോർട്ട് 2 മിനിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ 1.5 മണിക്കൂറിനകത്ത് നടന്നുപോയ മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. 2, ഈ വലിയൊരു ഫാക്ട് തന്നിട്ടുണ്ട്. ശ്രീ അനിൽ നമ്പ്യാരും വളരെ വിഷമത്തോടു കൂടി ഡോക്ടർ മോഹൻ വർഗീസും അതിനെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാര്യം 63-ലും 64-ലും നമ്മൾ അന്താരാഷ്ട്ര കോടതികളെ സമീപിച്ചിട്ടുണ്ട്. നമ്മളുടെ ബന്ദികൾക്ക് നേരിടേണ്ടി വന്ന ചൈനീസ് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ആകെ റദ്ദ് ചെയ്യുകയാണ് ഹവീൽദാർ KP ഗോപാലിന്റെ വാക്കുകൾ. ഇത് കമ്പിളി കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ആഡ് ചെയ്തത് ആയിക്കോട്ടെ, കമ്പിളിയും എന്ന കണക്കിനാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ 63-ലും 64-ലും അടക്കം നമ്മൾ അന്താരാഷ്ട്ര കോടതികളെ സമീപിച്ചത് തെറ്റായിപ്പോയി. എന്തായാലും ഈ കമ്പിളിയിലും അണ്ടിപ്പരിപ്പിലും പെട്ടുപോയി. ഓക്കെ, അത് വിട്. നമ്മുടെ രാഹുല് തിരുത്തുക എന്നുള്ളതാണ് ചോദ്യം. എന്തിനാ തിരുത്തുന്നത്? ക്രിയാത്മകമായ ക്രിയാത്മകമാകാം. സാർ 62,000 മൈല് 62-ലെ യുദ്ധത്തില് ചൈന പിടിച്ചു പോകുന്നു. ഇന്ന് 2000 കിലോമീറ്റർ ഇന്ത്യൻ ആർമി വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ മനസ്സിന് വേദനയുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 62 യുദ്ധത്തില് എത്ര കിലോമീറ്റർ കൊണ്ടുപോയി എന്നുള്ളതൊന്ന് കണക്കാക്കി നോക്കൂ. ഇന്ന് 2000 കിലോമീറ്റർ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഞങ്ങള് പട്ടാളക്കാർ വെറും വിഡ്ഢികളാണോ? അതാണ് ചോദ്യം. അവിടെ നിൽക്കുന്ന പട്ടാളക്കാര്, ഐസിൽ കിടക്കുന്ന പട്ടാളക്കാര് വിഡ്ഢികളാണോ? അല്ല, എനിക്ക് അത്ര കഴിവില്ലാത്തവരാണോ അവിടെ കിടക്കുന്ന അതിർത്തിയില്? അങ്ങേപ്പറ്റി സാർ, ഇത് തെറ്റാണ്. സാർ ഒരു അഡ്വക്കേറ്റ് ആണ്. ക്ഷമിക്കണം, ഞാൻ താങ്കളെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ആളല്ല. പക്ഷെ അങ്ങനെ പറയരുത് സാർ. ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ എത്ര സൈനികർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? പറയണ്ടേ? അത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് സ്റ്റേറ്റ് ചെയ്യൂ. ഇനി ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഏതെങ്കിലും സുപ്രീം കോടതിയുടെ മുമ്പ് ഞാൻ പറഞ്ഞത് ലാഹോർ ഇവിടെ ഇച്ചോ കനാലിന്റെ അടുത്ത് 35 വരെ കുടിച്ചിട്ട് പോന്നു. അത് സത്യമാണ് പറഞ്ഞത്. ഗോപാലൻ നായർ, അഡ്വക്കേറ്റ് വസന്ത് കള്ളമല്ല പറഞ്ഞത്. സമയമായി, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞ സംവാദത്തിൽ പരാമർശിച്ചതുപോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പോലെ പ്രതിപക്ഷ നേതാവിനും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ രാജ്യത്തെ പൊതുവിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രകടമാക്കരുത്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അവിടെ പെറ്റി പൊളിറ്റിക്സ് കളിക്കാത്ത പക്വതയുള്ള വിവേകശാലിയായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നേതാവിനെയാണ് ആവശ്യം. കോടതി കുടഞ്ഞ ഈ വേളയിലെങ്കിലും രാഹുലിന് ബുദ്ധി ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.